ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഹലോ ഹലോ ജാസ്മിൻ മാം. കേൾക്കാം മാഡം. ഓക്കെയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗുഡ് ഈവനിങ് ഓൾ. വിപിൾ ഗ്രൂപ്പിലെ എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേക സ്വാഗതം. പ്രത്യേകിച്ച് എന്നെ ഈ പ്രോഗ്രാമിന് തെരഞ്ഞെടുത്ത ജാസ്മിൻ മാമിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. എൻ്റെ പേര് ദീപ്തി. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. ലേണിംഗ് ഡിസബിലിറ്റി ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. എൻ്റെ വീട് വരുന്നത് തൃശ്ശൂരാണ്. പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിൽ ഞാൻ 21st ബാച്ചിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു വസ്തുത നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഇതിന്റെ സാധ്യതകളെ കുറിച്ചും ഇതിന്റെ ഗുണങ്ങളെ കുറിച്ചും എല്ലാവർക്കും അറിയാം. അതിപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലായിക്കോട്ടെ, യുവജന സംഘടനകളുടെ ഇടയിലായിക്കോട്ടെ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു മോട്ടിവേഷൻ, അവരെയൊക്കെ നമുക്കറിയാലോ, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ഒക്കെ വളരെ വീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് ചേരുന്നത് വഴി, കേൾക്കുന്നത് വഴി, അഭ്യസിക്കുന്ന വഴി ഒത്തിരി അവരുടെ ജീവിതത്തിൽ പ്രചോദനമാവുകയും ഒരുപാട് മാറ്റങ്ങൾ. എനിക്ക് കേൾക്കുന്നില്ല. ഹലോ മാം, കേൾക്കുന്നില്ലേ? യെസ്, ഓഡിബിൾ ആണ്. കേൾക്കുന്നില്ലേ? സാറിന് എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ കാണും. വേറെ ആർക്കെങ്കിലും ഉണ്ടോ കേൾക്കാൻ ബുദ്ധിമുട്ട്? ഇല്ല മാം, ഓക്കെ ആണ് മാം, സംസാരിച്ചോ. കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ. അപ്പോൾ സ്ത്രീകളുടെ ഇടയിലായിക്കോട്ടെ, കുട്ടികളുടെ ഇടയിലായിക്കോട്ടെ, ഒരുപാട് ഒരു ട്രെയിനർ വഴി ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്താണ് ഇനി ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ആസ് എ ട്രെയിനർ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ സൈക്കോളജി തുടങ്ങിയ ഒരു ടൈം മുതൽ കൗൺസിലിംഗ് മാത്രം ഒതുങ്ങാതെ ഒരു ട്രെയിനർ ആവണം എന്നൊരു ആഗ്രഹം എന്റെ മനസ്സിൽ തോന്നി. സൗണ്ടിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. സാറിന്റെ മൈക്ക് ഓൺ ആണെന്ന് തോന്നുന്നു. സാറിന് മ്യൂട്ട് ചെയ്യാൻ പറയോ? ഒരു മിനിറ്റ്. ഓക്കെ, സംസാരിച്ചോളൂ. കൗൺസിലിംഗ് എന്ന അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ട്രെയിനർ എന്ന ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങാതെ ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു ട്രെയിനർ ആകണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി. അതിനൊരു പ്രത്യേകിച്ചൊരു കാരണം എന്ന് പറയാൻ, ഞാനൊരു സ്പീച്ച് കേൾക്കാനിടയായി. അതിൽ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നം ഇനി എന്ത് എന്നൊരു മുന്നോട്ടൊരു സിറ്റുവേഷനിൽ പോകാൻ വയ്യ എന്നൊരു സിറ്റുവേഷൻ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഒരു ട്രെയിനർക്ക് അതൊരു കോമയാക്കി എടുക്കാൻ പറ്റും. ശരിയല്ലേ? കാരണം ആരെങ്കിലും തിരിച്ചൊന്ന് റെസ്പോണ്ട് ചെയ്താൽ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. അതാണ്. അപ്പോ എനിക്കത് ഒരുപാട് മൈൻഡിൽ അത് വല്ലാണ്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമായിരുന്നു. സത്യത്തില് ഒരു ട്രെയിനർക്ക് ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റം വരുത്താൻ കഴിയും. നമ്മൾ എല്ലാവരും ട്രെയിനേഴ്സാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ വളരെയധികം ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരാളോട് നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുത്ത്, ആശ്വാസ വാക്കുകൾ പറഞ്ഞ്, നല്ലൊരു പ്രചോദനം കൊടുത്ത് മുന്നോട്ട് പോയാൽ ആ ആളുടെ ജീവിതത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളായിരിക്കും കാണുക. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ തീർച്ചയായും ഈ ട്രെയിനിങ് എന്നൊരു ഫീൽഡിലേക്ക് ഞാൻ എത്തിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഈ വിംബിൾ അക്കാദമിയിൽ ഞാൻ എത്തിച്ചേർന്നതാണ്. ഇത് എത്തിച്ചേരാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഫേസ്ബുക്കിൽ ഞാനൊരു അഡ്വർടൈസ്മെന്റ് കണ്ടു. CBT തെറാപ്പിയെ കുറിച്ച്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കൗൺസിലിംഗുമായി രംഗത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണല്ലോ CBT. അങ്ങനെ വളരെ നിസ്സാരമായ ഫീസാണ് ആദ്യം തന്നെ ഞാൻ അട്രാക്ട് ചെയ്ത് കേട്ടോ. CBT കോഴ്സിനൊക്കെ വളരെ ഹെവി ഫീസാണ് പൊതുവെ. ഞാൻ ഒരുപാട് അന്വേഷിച്ചെടുത്ത് വലിയ ഫീസുകളും, എന്നാൽ അതനുസരിച്ച് വാലിഡിറ്റി ഒന്നും നമ്മുടെ സർട്ടിഫിക്കറ്റിന് കിട്ടുന്നുമില്ല. അപ്പൊ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കുറെ അന്വേഷിച്ചപ്പോഴാണ് വിംബിളിലെ അഡ്വർടൈസ്മെന്റ് ഞാൻ കണ്ടത്. എനിക്ക് വളരെ ഇഷ്ടമായി. അതിൽ നല്ല റിവ്യൂസും ഞാൻ കണ്ടു. കോഴ്സിന് ചേർന്നപ്പോൾ വളരെ നല്ല ക്ലാസ് ആയിരുന്നു.
അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ട്രെയിനർ ആവുക. ഞാൻ അത്യാവശ്യം ട്രെയിനിങ് ക്ലാസ്സുകൾ, മോട്ടിവേഷൻ സ്പീച്ചസും ഒക്കെ ആയിട്ട് ചെറിയ രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഒരാളാണ്. പക്ഷേ നമ്മുടെ ഈ ട്രെയിനർ ക്ലാസ്സിലെ ഫൈസൽ സാർ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ്, സംസാരിക്കുന്ന രീതി, ബോഡി പോസ്ചർ, ഇതെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഫൈസൽ സാർ പറഞ്ഞത് വളരെ വാല്യുബിൾ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ സംസാരിക്കുന്നത് ഒരു പ്രസംഗ രൂപത്തിലാണ്. ഈ രാഷ്ട്രീയക്കാരൊക്കെ നിങ്ങളത് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ എന്തൊരു പറയും, ഒരു ആജ്ഞാശക്തി പോലെയൊക്കെ എനിക്ക് തോന്നി. ഒരു നാച്ചുറാലിറ്റി പോരാ എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഇത് എന്തൊക്കെയോ ഇനി ശരിയാക്കാണ്ട്. എല്ലാവരും ഫീഡ്ബാക്ക് തരുമ്പോ ദീപ്തി സൂപ്പർ ആയിരുന്നു, നല്ല എനർജറ്റിക് ആയിരുന്നു, അടിപൊളിയായിരുന്നു എന്ന് പറയുന്നതല്ലാതെ എനിക്ക് എന്തൊക്കെയോ എവിടേക്കോ പോരായ്മകൾ തോന്നി. അപ്പോൾ ഒരു ട്രെയിനർ എന്ന രീതിയിൽ കൂടുതൽ മികച്ച രീതിയിലാക്കാൻ എനിക്ക് നല്ലൊരു ട്രെയിനിങ് സെഷൻ ആവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോഴാണ് ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടത്. ഫീസ് അന്വേഷിച്ചപ്പോൾ 10-15 ലെവലിൽ നിന്നിരുന്ന ഫീസിന്റെ സ്ഥാനത്ത് 3000 രൂപയ്ക്ക് വളരെ നല്ല കോച്ചിങ് ക്ലാസ്സുകൾ തരുന്ന ഒരു ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നി. ഞാനിത് കുറച്ചുകൂടി നേരത്തെ ചേരേണ്ടതായിരുന്നു, എന്തേ ഞാനിത് നേരത്തെ കണ്ടില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ വളരെ മനോഹരമായി ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫൈസൽ സാറിന്റെ ക്ലാസ്. പിന്നെ ഞാനിത് ഒരുപാട് പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം വിപിൾ അക്കാദമിയുടെ പോസിറ്റീവ് സൈഡ്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഫസ്മിന PC എന്ന് പറയുന്ന മേമിന്റെ ക്ലാസ്സിനെ കുറിച്ച്. അതിലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് ദ ഇമ്പാക്ട് ഓഫ് ടീസിങ് ഓൺ ചിൽഡ്രൻ. നമ്മൾ വളരെ നിരുപദ്രവകരമായി തമാശയ്ക്ക് കുട്ടികളെ കളിയാക്കാറുണ്ട്. അത് എത്രമാത്രം കുട്ടികളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു നമ്മൾ ചിന്തിക്കാറില്ല. എല്ലാവരുടെ ഇടയിൽ ഒന്ന് ചിരിപ്പിക്കാനും തമാശയാക്കാനും വേണ്ടിയിട്ട് കുട്ടികളെ നമ്മൾ പരിഹസിക്കും. ജസ്റ്റ് ഒരു കളിയാക്കൽ അല്ലെങ്കിൽ ഒരു നേരം പോക്ക് എന്നതിലപ്പുറം അത് കുട്ടികളുടെ മനസ്സിൽ വരുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല. കുട്ടിക്കാലത്ത് ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ഈ ക്ലാസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. മാഡത്തിന്റെ പാലിയേറ്റീവ് കെയറിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ കണ്ടിരുന്നു, വളരെ മനോഹരമായിരുന്നു. പാലിയേറ്റീവ് കെയർ എന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നല്ലാതെ അതിലെങ്ങനെ വോളണ്ടിയർ ആവണം, അതിന്റെ ഗുണങ്ങൾ എന്താണ്, അതിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ എനിക്ക് ലഭിച്ചു. അതുപോലെ മാഡം വളരെ നല്ലൊരു സോഷ്യൽ വർക്കറാണ്, നല്ലൊരു ട്രെയിനറാണ്, വിപിൾ അക്കാദമിയിൽ തന്നെ ട്രെയിനിങ് പൂർത്തിയാക്കിയ ആളാണ്. അപ്പോൾ മാഡത്തിന്റെ ഈ ക്ലാസ്സിനായി ഞാനും കാത്തിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും മാഡത്തിന്റെ ക്ലാസ് കണ്ടതിന് ശേഷം അഭിപ്രായം പറയാം. തീർച്ചയായും അത് വളരെ മനോഹരമായ ഒരു ക്ലാസ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ഒപ്പം ഞാനും കാത്തിരിക്കുന്നു. ഓക്കെ, ഫസ്മിന മാം റെഡി? സ്വാഗതം മാം. മാമിന്റെ ക്ലാസ് ഞാൻ കണ്ടിരുന്നു, വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു. ഇതിലൊരു വെറൈറ്റി സബ്ജക്റ്റ് കൂടിയായിട്ട് എനിക്ക് തോന്നി. നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു വിഷയം, പക്ഷെ വളരെയധികം ആളുകളുടെ ഇടയിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. പ്രത്യേകിച്ച് കുട്ടികളിൽ നമ്മൾ ഒട്ടും വിചാരിക്കില്ല അവരുടെ മനസ്സിൽ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുമോ, വിഷമം ഉണ്ടാക്കുമോ, അത് അവരുടെ വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇല്ലേ? അതൊന്നും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ മാമിന്റെ ഈ സബ്ജക്ട് സെലക്ട് ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അപ്പൊ ഒന്നും കൂടി മാമിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ദീപ്തി മാം. ഓക്കെ മാം. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ വളരെ മനോഹരമായ ഒരു ഇൻട്രൊഡക്ഷൻ ദീപ്തി മാം നൽകി കഴിഞ്ഞു. അതിന് വളരെ സന്തോഷം അറിയിക്കുകയാണ്. പിന്നെ ട്രെയിനിങ്ങിനെ കുറിച്ചും വിമ്പിളിനെ കുറിച്ചും ഒക്കെ മാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. താങ്ക് യു മാം. പിന്നെ ഞാൻ ഒന്നുകൂടി എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫസ്മിന, എൻ്റെ സ്വദേശം മലപ്പുറമാണ്. ഞാൻ മാം പറഞ്ഞതുപോലെ തന്നെ വിമ്പിളിന്റെ ട്രെയിൻ ദ ട്രെയിനേഴ്സ് കോഴ്സില് 20ാമത്തെ ബാച്ചില് സ്റ്റുഡന്റ് ആയിരുന്നു. ഇന്നത്തെ വിഷയം നമ്മളെല്ലാവരും മാം പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ വിഷയം കളിയാക്കലുകൾ നമ്മളെ കുട്ടികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ്. ദ ഇമ്പാക്ട് ഓഫ് ടീസിങ് ഓൺ ചിൽഡ്രൻ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു കളിയാക്കലുകൾ നേരിട്ടവരോ അതല്ലെങ്കിൽ നമ്മള് മറ്റുള്ളവരെ കളിയാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് ഇവിടെ എത്തിയവരായിരിക്കും നമ്മളൊക്കെ, അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം ഈ സമയങ്ങളിലൊക്കെ ഈ കളിയാക്കലുകളെ ഒരു മനുഷ്യനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്.
അത് പോസിറ്റീവ് ആയിട്ടാണ് നെഗറ്റീവ് ആയിട്ടാണ് ഇത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാറുള്ളത്? പുതിയ കാലത്തിന്റെ ടെർമിനോളജി നമുക്കറിയാം, ട്രോളുകൾ അല്ലെ, പ്രാങ്കുകളൊക്കെ ആയിട്ടാണ് പുതിയ കാലത്തെ ടെർമിനോളജികൾ എന്ന് പറയുന്നത്. ഇത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ്, പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ? ഓക്കെ മാം, ഇത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സ്വാധീനിക്കാം. ഓക്കെ, താങ്ക് യു. അല്ലെ, ചിലപ്പോൾ ഈ കളറിന്റെ പേരിലൊക്കെ കുട്ടിയെ പരിഹസിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചറിന്റെ, അതായത് കണ്ണ് കൊള്ളില്ല, മൂക്ക് കൊള്ളില്ല, അങ്ങനത്തെ ഷേപ്പിന്റെ ഇതിലൊക്കെ പരിഹസിക്കാം. പക്ഷെ ബോഡി ഷേമിങ്ങിൽ നമ്മള് കുട്ടിക്ക് വണ്ണം കൂടുതലാണ്, വണ്ണം കുറച്ചുകൂടെ, വീട്ടില് എവിടെന്നാ റേഷൻ, ഇങ്ങനെയുള്ള ചോദ്യം ഞാൻ കേട്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതിന്റെ വാശിയില് വെയിറ്റ് കുറച്ച് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു പോസിറ്റീവ് സൈഡായിട്ട് ഞാൻ കാണുന്നു. ഓക്കെ, അങ്ങനത്തെ അത്തരത്തിൽ നമുക്കൊരു പോസിറ്റീവ് സൈഡ് അതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടാണ് ഒട്ടുമിക്ക സമയങ്ങളിലും അത് നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. മാം തന്നെ മാമിന്റെ അനുഭവം പറഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളെ ചിരിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തമാശകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകള്, പ്രയോഗങ്ങള്, അത് നമ്മുടെ മക്കളുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കാൻ കാരണമാവാറുണ്ട്. അപ്പൊ അത്തരത്തില് എങ്ങനെയാണ് നമ്മളെ കളിയാക്കലുകളെ കുട്ടികളുടെ മനസ്സിനെ അതല്ലെങ്കിൽ പെരുമാറ്റത്തെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ മുതിർന്നവർ എങ്ങനെ അതിനെ പ്രതികരിക്കണം എന്ന കാര്യങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാന് കളിയാക്കലുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ നമുക്കറിയാം. നമ്മുടെ ശാരീരിക പ്രകൃതി, മാം പറഞ്ഞ പോലെ ശാരീരിക പ്രകൃതി പറയും. പിന്നെ അതുപോലെ തന്നെ ഭാഷാപരമായിട്ട്, കുടുംബപരമായിട്ട്, കഴിവിനെ കുറിച്ച് ഇത്തരത്തിലൊക്കെ ഒരുപാട് പരിഹാസങ്ങളും നിന്ദകളൊക്കെ നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട് അല്ലെ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു തന്നെ തുടങ്ങാം. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അന്നൊക്കെ നമ്മൾ പുസ്തകം പൊതിയണല്ലോ സ്കൂളിൽ പോകുമ്പോൾ, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുപോകുക. അപ്പൊ സ്കൂളിൽ എന്റെ പുസ്തകം പൊതിഞ്ഞിട്ടുണ്ട്, ഒരു കട്ടിയുള്ള ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്, ഒരു ചാക്ക് പോലെ തോന്നും. അപ്പൊ ഞാൻ പുസ്തകം കൊണ്ടാണ് സ്കൂളിൽ പോയിട്ടുള്ളത്. അപ്പൊ സ്കൂളിൽ പോയ സമയത്ത് ക്ലാസ്സിൽ ഒരു കുട്ടി ഇത് കണ്ടിട്ട് എന്നെ ചാക്കേന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ മറ്റുള്ള കുട്ടികൾക്കൊക്കെ അത് എല്ലാരും ഇങ്ങനെ ചിരിച്ചാൻ തുടങ്ങി. അപ്പൊ എനിക്ക് വലിയ സങ്കടമായി. ഞാൻ വീട്ടിൽ ഇത് പറഞ്ഞു. അപ്പൊ വീട്ടുകാർ പറഞ്ഞു, കുഴപ്പമില്ല, അത് സാരില്ല, അവൻ വെറുതെ പറയുന്നതല്ലേ, അത് നീ കാര്യമാക്കണ്ട. പിന്നെയും 2ാമത്തെ ദിവസം തന്നെ തുടർന്നു. 3ാമത്തെ ദിവസം ഇത് തുടർന്നപ്പോ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു, ഇനി എനിക്കിത് പറ്റില്ല, ഞാൻ ഈ പൊതി മാറ്റാണ്ട് ഞാൻ ഇനി സ്കൂളിൽ പോകൂല, അങ്ങനെ തീർത്ത് പറഞ്ഞു വീട്ടില്. അപ്പൊ അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ പൊതി മാറ്റിയിട്ടാണ് ഞാൻ പിന്നെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഉമ്മ തമാശക്ക് പറയും, ഈ അന്ന് ബുക്കിലെ പൊതി മാറ്റിയതിനു ശേഷം എന്റെ പുസ്തകങ്ങളൊക്കെ അന്ന് കേടുവരാൻ തുടങ്ങിയത്. അപ്പൊ ഞാനിത് പറഞ്ഞത്, ഈ ഇൻസിഡന്റ് ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചിട്ടാ, ഇന്ന് ഞാനിത് കാണുന്നത് ഒരു തമാശ എന്ന നിലയ്ക്ക് ഈ സമയത്ത് ഞാനത് കാണും. പക്ഷെങ്കിൽ അന്ന് ആ കുട്ടിയുടെ മനസ്സിൽ എന്നാണ്, ആ ചെറുപ്പകാലത്ത് എന്നാണ്, അത് എന്നിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അതൊരു പക്ഷേ ഇന്ന് നമ്മൾ എന്താണ് വളർന്നു വന്നു കഴിഞ്ഞപ്പം ഇരട്ടപ്പേര് വിളിക്കാൻ എന്നുള്ള ആ ഒരു ഇരട്ടപ്പേര് എന്നുള്ള പദപ്രയോഗം അത് വിളിക്കുന്നതിൽ തന്നെ നിരുത്സാഹപ്പെടുത്തിയതും ഒരു പക്ഷേ ഈ ഇൻസിഡന്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് മുതിർന്നവരുടെ കാര്യം നമുക്കറിയാം. നമ്മള് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മള് വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു 9ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യ വളരെ ചർച്ചയായിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിൽ അവരുടെ സഹപാഠികൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്താന്ന് വെച്ചാല്, അവൻ എന്താണ് അധ്യാപകരുടെ കളിയാക്കലുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, അവൻ എന്ന ഒരു ആള് പോലും കേൾക്കാൻ ഒരാളില്ലായിരുന്നു എന്നുള്ളതായിരുന്നു അല്ലെ. അപ്പം ഇതെന്നാൽ നമ്മുടെ ആത്മഹത്യയിലേക്ക് വരെ എന്താണ് ഈ കളിയാക്കലുകൾ എത്തിക്കാൻ എന്നുള്ളതാണ്. മുതിർന്നവർക്ക് വരെ എന്താണ് ഇത് നല്ലോണം ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വളർന്നു വരുന്ന കുട്ടികളുടെ കാര്യം നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലേക്ക് പറയുന്ന സമയത്ത് അവർക്ക് ഏതൊക്കെ വിധത്തിലാണ് നമ്മളെ കുട്ടികളെ ഈ കളിയാക്കലുകൾ ബാധിക്കുന്നത്, ഏതൊക്കെ വിധത്തിലാവും അവരെ ബാധിക്കുന്നുണ്ടാവുക? എന്താണ് മാം ക്വസ്റ്റ്യൻ? നമ്മുടെ കുട്ടികളെ നമ്മൾ കളിയാക്കുന്ന സമയത്ത് ഏതൊക്കെ വിധത്തിൽ അത് അവരെ ബാധിക്കുന്നു എന്നുള്ളത്. അവർക്ക് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാവും. അതിനെക്കുറിച്ച് അവർ കൂടുതൽ ബോധേഡാവും. ചിലപ്പോൾ അവര് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ലായിരിക്കാം. നമ്മൾ പറയുമ്പോഴായിരിക്കും അവർ കൂടുതൽ അതിനെക്കുറിച്ച് വറി ചെയ്യുന്നത്. താങ്ക് യു മാം. അതെ, നമ്മൾ എന്താണ് ഒന്നാമതായിട്ട് കുട്ടി മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അല്ലെ. ആ കുട്ടിയുടെ ആത്മവിശ്വാസത്തെ അത് തകർക്കും എന്നുള്ളതാണ് അല്ലെ.
ഇപ്പൊ നമ്മളിപ്പോ ഒരു കുട്ടിനെ വെച്ചിട്ട് അവരെ പറഞ്ഞ് കളിയാക്കണം, അല്ലെങ്കിൽ നിറത്തിന്റെ പേരില് നീ കറുത്തിട്ടാണ്, അല്ലെങ്കിൽ നീ വെളുത്തിട്ടാണ്, അല്ലെങ്കിൽ നീ പൊക്കം കുറഞ്ഞിട്ടാണ്, പൊക്കം കൂടിയിട്ടാണ്, അതല്ലെങ്കിൽ നീ നിനക്ക് കഴിവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന സമയത്ത് എന്താ ആ കുട്ടിയിൽ എന്താണ് ആത്മവിശ്വാസം കുറയാണ് ചെയ്യുക. ആ ശരിയാണ്, എനിക്കിതൊന്നും പറ്റൂല. അപ്പം സ്വയം ആ കുട്ടി വിലയിരുത്താൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ആ കുട്ടീനെ ബാധിക്കുന്നു. രണ്ടാമത്തത് എന്താണ്, പഠന മേഖലകളിൽ ആ കുട്ടിയെ ബാധിക്കുന്നത്. പഠനത്തിൽ എങ്ങനെയാ അത് ബാധിക്കുക? ഓക്കെ, പഠനത്തില് അത് കുട്ടികൾ മാനസികമായിട്ട് വിഷമിക്കുമ്പോ പിന്നെ പഠനം കുറച്ച് താഴോട്ട് വരുമല്ലോ. അതെ, ശരിയാണ്. താങ്ക് യു മാം. നമ്മൾ പഠിക്കാൻ എന്താണ് അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്താണ് പിയർ ഗ്രൂപ്പിനിടയിലൊക്കെ അവർ ഒറ്റപ്പെട്ട് കൊണ്ട് നിൽക്കുന്നതാണ് അല്ലെ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അവളെ 3-ോ 4-ാം ക്ലാസ്സിലായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അവള് മറ്റുള്ളവരുമായിട്ട് അത്രക്ക് ഇടപഴകൊന്നുമില്ല. അവളിങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കും, അധികം സംസാരിക്കൂല. പിന്നെ പഠിത്തത്തിലും പിന്നോക്കം നിൽക്കുന്ന കുട്ടിയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്ക് മറ്റു കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മറ്റു കുട്ടികൾ പറഞ്ഞു, ടീച്ചർക്കറിയോ ഇവളെല്ലാവരും എന്താണ് ഇവളെ കളറ് പറഞ്ഞ് കളിയാക്കും ടീച്ചറെ, ഇവള് കറുത്തിട്ടാന്ന് പറഞ്ഞ് കളിയാക്കും ടീച്ചറെ എന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് ഇവരുടെ എന്നോട് പറഞ്ഞ ഉമ്മ തന്നെ ടീച്ചറെ അവളെ അടിക്കാറുണ്ട് ഇത് പറഞ്ഞിട്ടെന്നാണ്. അപ്പൊ ഇങ്ങനെ കുട്ടീനെ നമ്മളിങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞതൊക്കെ കുട്ടിയും ഇത് അംഗീകരിച്ച് ശരിയാണ് ടീച്ചറെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടെ അനിയനെ വെച്ചിട്ട് എപ്പോഴും കളറിന്റെ പേരിൽ ഈ കുട്ടീനെ എങ്ങനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളത്, അത് അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ ആവുമ്പോൾ അതിന്റെ തീവ്രത കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് അതുകൊണ്ട് തന്നെ ആ കുട്ടി എന്താണ് പഠനത്തിൽ പിന്നോക്കം നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവളോട് പറയാണ്, നീ നന്നായി പഠിക്കണം, അല്ലെങ്കിൽ നീ നന്നായി വളരണം, നീ നന്നായി എഴുതണം എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നതിലുപരി ആ കുട്ടിയുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു മുറിവുണ്ടല്ലേ, അതിന് നമ്മൾ ഹീൽ ചെയ്യപ്പെടണം എന്നുള്ളതാണ് അല്ലെ. എന്നാൽ മാത്രമേ ആ കുട്ടിക്ക് എന്താണ് മുന്നോട്ട് വരാനുള്ള സാധ്യത അവിടെ ഉണ്ടാവൂ. അപ്പൊ അത്തരത്തിൽ പഠനത്തിലും അതിനെ കുട്ടികളെ ബാധിക്കുന്നു. അതുപോലെ തന്നെയാണ് അവർക്ക് ഭയം, ജിജ്ഞാസ ഒക്കെ അവരിൽ ഉണ്ടാക്കൂലെ, ആൻസൈറ്റി ഉണ്ടാക്കും. ഇതൊക്കെ നമ്മൾ എന്താണ് കുട്ടികളെ ക്ലാസ് റൂമുകളിൽ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു കുട്ടി എണീച്ചെന്നാൽ എന്താ ബാക്കിയുള്ള എല്ലാവരെയും കണ്ണുകൾ ആ കുട്ടിയുടെ മുഖത്താവൂലേ. അപ്പൊ എന്താണ് അവിടെയൊക്കെ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റിപ്പോവോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കുവോ, അവിടെ തന്നെ എന്താണ് ആ കുട്ടി കോൺഫിഡൻസ് കുറയാൻ അത് കാരണമാവുന്നു എന്നുള്ളത്. അപ്പൊ അത്തരത്തില് പഠന മേഖലകളിലെ കുട്ടികളെ ബാധിക്കാം. അതുപോലെ ആത്മവിശ്വാസത്തെ ബാധിക്കാം. അവർക്ക് എന്താണ് ഭയം, ആൻസൈറ്റി പോലുള്ളത് ഉണ്ടാക്കാം. പിന്നെ പഠനത്തിൽ അവർക്ക് ശ്രദ്ധ കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ മൈൻഡിനുണ്ടാവണ നമ്മുടെ മൈൻഡും ബോഡി എന്താണ് റിലേറ്റഡ് ആണ് എന്ന് നമ്മൾ എപ്പോഴും പറയാറില്ല. അപ്പൊ നമ്മുടെ മൈൻഡിനുണ്ടാവണം, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ നമ്മുടെ ശരീരത്തിലേക്ക് അത് കാണിച്ചു തുടങ്ങും എന്നുള്ളതാണ് അല്ലെ. നമുക്ക് എന്താ വേദനകൾ ഉണ്ടാവും, തലവേദന, ഇതൊക്കെ കുട്ടികളിലും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നമ്മള് മുതിർന്നവർ ചിലപ്പോൾ ഒരു തമാശക്ക് എന്തെങ്കിലും വെറുതെ പറയുന്ന സമയത്ത് എന്താ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് കുറച്ച് സമയം കഴിഞ്ഞാൽ അത് കഴിയും അല്ലെ. പക്ഷെ കുട്ടീനെ സംബന്ധിച്ച് എന്താ അത് ആ കുട്ടിയുടെ ഉള്ളിൽ തന്നെ അത് കിടക്കുകയാണ്. അത് കുട്ടി വളരും തോറും വളർന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ എന്താ അടുത്തത് എന്ന് പറഞ്ഞാല് സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിൽ അവിടെ ഒരു കുട്ടി ഇപ്പോ നമ്മുടെ എന്തെങ്കിലും മെലിഞ്ഞിട്ടാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കളിയാക്കൽ കേൾക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു പൊതുസവിധത്തിൽ പോകുന്ന സമയത്ത്, ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് മറ്റുള്ളവർ ഈ കുട്ടിയെ കളിയാക്കുന്ന അറിയുന്നത് കൊണ്ട് തന്നെ എന്താണ് ആ കുട്ടി അവിടേക്കൊക്കെ പോവാൻ ഒരു വിമുഖത കാണിക്കും എന്നുള്ളതാണ് അല്ലെ. അതുപോലെ എന്താണ് ഒരു പിയർ ഗ്രൂപ്പ്, നമ്മുടെ ഫ്രണ്ട് സർക്കിളുകളിൽ നിന്നൊക്കെ ഈ കുട്ടി വിട്ടു നിൽക്കും. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് മേഖലകളിൽ നമ്മൾ എന്താ ഈ കുട്ടികളെ ഈ കളിയാക്കലുകൾ ബാധിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഒരു ഇത് നെവർ മൈൻഡ് ആക്കുന്നു അല്ലെ. ചിലരെന്താണ് അത് ഏറ്റെടുത്തിട്ട് എന്നെ കളിയാക്കി അതിനെ ഇതിൽ മുന്നേറുകയും ചെയ്യും. അതൊരു ചലഞ്ചാക്കി എടുത്തിട്ട് മുന്നേറുന്നവരും ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. ഇവിടെയൊക്കെ എന്താണ് ഇതൊക്കെ നമ്മളിപ്പോ പറഞ്ഞത് എന്താണ് നമ്മുടെ
വീടുകളിൽ വളരുന്ന എല്ലാവിധ പ്രിവിലേജുകളോട് വളരുന്ന നമ്മുടെ മക്കളെ കുറിച്ചാണ് ഇത്രയും നമ്മൾ പറഞ്ഞിട്ട്. ഇവർ ഇത്രയും പ്രശ്നങ്ങളൊക്കെ കളിയാക്കലുകളിലൂടെ ഇവരൊക്കെ ഇത് നേരിടുന്നുണ്ട്. അതേസമയം നമ്മൾ ഓർക്കേണ്ട മറ്റൊരു വിഭാഗം കുട്ടികളും കൂടി ഉണ്ട് അല്ലെ. നമ്മുടെ കറക്ഷണൽ സെറ്റിങ്സുകളിൽ വളരുന്ന മക്കളെ കുറിച്ച് നമ്മൾ ആലോചിക്കും. നമ്മുടെ കറക്ഷൻ സെറ്റിങ്സുകൾ നമുക്കറിയാം, ഫോസ്റ്റർ കെയറുകള്, ഒബ്സർവേഷൻ ഹോമുകള്, ചിൽഡ്രൻ ഹോമുകള്, ഓർഫനേജുകള്, ഇവിടെയുള്ള മക്കളുടെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കും. നമ്മൾ എന്തുകൊണ്ട് ഇത് ഇവിടെ പറയുന്നു എന്ന് വെച്ചാൽ, നമ്മളെ മക്കളും ഈ മക്കളൊക്കെ പഠിക്കുന്നത് എന്താണ്, ഒരു പൊതുവിദ്യാഭ്യാസത്തിന് കീഴിലാണ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ ഈ കുട്ടികൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ കറക്ഷൻ സെറ്റിങ്സിൽ കുട്ടികളൊക്കെ പലപ്പോഴും എന്താണ്, എന്തെങ്കിലും ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ ആ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ അബ്യൂസുകൾ, നെഗ്ലക്റ്റുകളൊക്കെ, ഡൊമസ്റ്റിക് വയലൻസുകളൊക്കെ നേരിട്ടിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലാണ് എന്താണ് അവർ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ എത്തുന്നുണ്ടാവുക. അപ്പൊ ആ സമയത്ത് എന്താണ് അവർക്ക് അവിടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് അവരുടെ റീഹാബിലിറ്റേഷൻ ആണല്ലേ. അവർ പുനരധിവസിപ്പിച്ചുകൊണ്ട് അവരെ സമൂഹത്തിന്റെ ചേർത്ത് നിർത്തി അവരെയും കൂടി ഉയർത്തുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുന്നത്. ഈ സമയത്ത് ആ കുട്ടി നമ്മൾ സ്കൂളുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവരുടെ പിയർ ഗ്രൂപ്പിന്റെ ഇടയിൽ നിന്ന് തന്നെ അവരുടെ പണ്ട് ചെയ്ത കുറ്റകൃത്യത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ കുടുംബത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അവൻ അനുഭവിച്ച എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിലൊക്കെ നമ്മൾ കളിയാക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുക? എന്തായിരുന്നു മാം? കട്ടായി, ചെറുതായിട്ടൊന്ന് ബ്രേക്കായി. ഒന്നുകൂടി പറയാമോ? ഓക്കെ. നമ്മൾ പറഞ്ഞല്ലോ കറക്ഷൻ സെറ്റിങ്സുകളിലെ മക്കളുടെ അവസ്ഥകൾ പറഞ്ഞല്ലോ. അപ്പൊ അവര് ഇത്തരത്തിലുള്ളത് നേരിടുന്ന സമയത്ത് അവരെങ്ങനെ അത് ബാധിക്കുന്നു? ക്ലിയർ ആയില്ലേ? ഓക്കെ. നമ്മൾ പറഞ്ഞു നമ്മുടെ കറക്ഷണൽ സെറ്റിങ്സുകളില് നമ്മൾ മക്കളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫോസ്റ്റർ കെയറിലും ഒബ്സർവേഷൻ കെയറിലും ചിൽഡ്രൻ ഹോമുകളിലൊക്കെയുള്ള മക്കളെ അവസ്ഥകൾ നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ അവര് നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസ കീഴിലൊക്കെ വരുന്ന സമയത്ത് അവരെന്താണ് നമ്മുടെ മറ്റു കുട്ടികളുമായി ഇടപെടുന്ന സമയത്ത് അവരിൽ നിന്ന് ചിലപ്പോ കേൾക്കുന്ന പദപ്രയോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് അവരുടെ വീട്ടിലെ പശ്ചാത്തലങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ മുന്നേ ചെയ്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടൊക്കെ അങ്ങനെ അവരെ നെഗ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത്, അവർക്ക് കളിയാക്കുന്ന സമയത്ത് എന്താണ് അവർക്ക് അവിടെ വളർന്നു വരാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇത്തരം സ്ഥാപനങ്ങളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ ഒറ്റൊരു സ്കൂളിൽ വരുന്ന സമയത്ത് അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് കൂടെ നിർത്തുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഈ കളിയാക്കലുകൾ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ യൂട്യൂബ് വീഡിയോസുകൾ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഞാൻ 2017 അമേരിക്കയിൽ ഒരു 7 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് വരുന്ന ഒരു യൂട്യൂബ് ചാനൽ എന്താണ് അടച്ചു പൂട്ടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിന് 2 ദമ്പതികൾ അവരെ 5 വർഷത്തേക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അവരുടെ 5 മക്കളിലെ 2 മക്കളുടെ സംരക്ഷണ അവകാശം പോലും ആ വ്യക്തികൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അതിനുള്ള മെയിൻ കാരണമായി എന്തായിരുന്നു എന്ന് വെച്ചാല് അവര് ഫ്രാങ്ക് വീഡിയോസിന് വേണ്ടി ചെയ്ത വീഡിയോസുകളില് അവരുടെ മക്കളെ വൈകാരികമായി ദുരുപയോഗം ചെയ്തു എന്ന പേരിലായിരുന്നു അത്. നമ്മളെ മലയാളത്തിലെ പല യൂട്യൂബ് ചാനലുകളും എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ്, പ്രാങ്ക് വീഡിയോസുകളും അതല്ലെങ്കിൽ കുട്ടികളെ വെച്ച് തമാശ കാണിക്കുന്ന ഒരുപാട് വീഡിയോസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നല്ല കണ്ടന്റുകൾ ഉള്ളതൊക്കെ ഉണ്ടാവും. പക്ഷെങ്കിൽ എന്താണ് അതിനപ്പുറത്തെ കുട്ടികളെ നമ്മൾ ഉപയോഗിക്കുന്ന രീതികൾ അല്ലെ, കളിയാക്കാനും മറ്റും തമാശക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന രീതികൾ നമ്മൾ നോക്കണം എന്നുള്ളത്. അതിന് ലാസ്റ്റൊക്കെ എന്താണ് അവിടെ നമ്മൾ ക്ഷമാപണം നടത്തും കുട്ടിയോട്. പക്ഷെങ്കിൽ ക്ഷമാപണം നടത്തുന്ന സമയത്തും അത് ആ കുട്ടിയുടെ മനസ്സിൽ ആഴത്തിൽ എന്താണ് ബാധിക്കുന്നുണ്ട് എന്ന്. നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ് അതൊക്കെ ചെയ്യുന്നത് എന്താണ് ഒരു മുതിർന്നവരുടെ വീക്ഷണ കോണിൽ നിന്നുകൊണ്ടാണ് അല്ലെ. അവരുടെ ആ ഒരു സർക്കിളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ നമ്മള് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടിക്ക്
അവിടെ മാനസികമായിട്ടും പല വിധത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. നമ്മളിപ്പോ നമ്മൾ ഈ റീൽസും ഈ വീഡിയോസ് ഒക്കെ തന്നെയാണ് നമ്മളെ മക്കളും കാണുന്നത്. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ ഇവര് കാണുന്ന സമയത്ത് ഇത്തരം പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വീഡിയോസ് അല്ലെങ്കിൽ അത്തരം തമാശകളൊക്കെ കാണുന്ന സമയത്ത് ഇവരൊക്കെ എന്താണ് അതൊരു നോർമലൈസ് ചെയ്യപ്പെടും. ഇതിങ്ങനെയൊക്കെ തന്നെയാണ്, ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എന്നുള്ളത് നിലയിലേക്ക് അത് എത്തുന്നു എന്നതുമാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലൊക്കെ എന്താണ് ഒരുപാട് തരത്തില് നമ്മുടെ മക്കളെ ഇത് കളിയാക്കലുകളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇത്തരം കളിയാക്കലുകളെ ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ എന്താക്കണം, അത് എങ്ങനെ അതിനെ നമ്മൾ ഓവർകം ചെയ്യാന്ന് കൂടി നമ്മൾ പറയണം അല്ലെ. നമുക്ക് ഇത്തരത്തിലുള്ള കളിയാക്കലുകളൊക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഹലോ മാം. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പേരൻസും ടീച്ചേഴ്സും തന്നെയാണ്. ഇത്തരത്തിലെ കളിയാക്കലുകൾ ഏൽക്കപ്പെടുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുത്ത്, ഇപ്പൊ കളറിന്റെ പേരിലാണെങ്കിൽ ഇന്നത്തെ കാലത്ത് കളറിലൊന്നും ഒരു കാര്യമില്ല, അതിനേക്കാൾ ഉപരി നിനക്ക് ഇന്ന കഴിവുകൾ ഉണ്ടെന്ന് നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുത്ത് അതിനെ ഓവർകം ചെയ്യാനുള്ള ധൈര്യം പേരൻസും ടീച്ചേഴ്സും ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. താങ്ക് യു മാം. അത് മാം പറഞ്ഞത് തന്നെയാണ് അല്ലെ, നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. അതുപോലെ സ്കൂളുകളില് ഈ രണ്ട് ഘടകങ്ങളാണ് പ്രധാനമായിട്ട് അതിൽ വരുന്നത്. നമ്മളെ വീടുകളിൽ എങ്ങനെ നമുക്ക് നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാം, അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. നമ്മൾ തന്നെ സ്വയം മാതൃകകൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. നമ്മൾ തന്നെ മറ്റൊരാളെ കളിയാക്കുന്നതാണ് കുട്ടി കാണുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് ആ കുട്ടി പിന്നെ അതാണ് കണ്ടോണ്ടിരിക്കുന്നത് അല്ലെ. ആ കുട്ടിക്കും നൽകുന്ന പാഠം എന്താണ് നമ്മൾ എല്ലാവരും ആലോചിക്കുക. കുട്ടിയുടെ മനസ്സ് ഇങ്ങനെ ഒരു പുഷ്പം പോലെയാണ്, നമ്മൾ അതിനെ എങ്ങനെയാണ് നോക്കുന്നത് പരിപാലിക്കുന്നത് അതുപോലെ ഇരിക്കും. നമ്മൾ എന്താണ് നല്ലതാണോ കൊടുക്കുന്നത് ചീത്തയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അത് നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് എപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കുക. അവര് പറയുന്ന കാര്യങ്ങളെ കേട്ടിരിക്കുക, അവരെ കുറ്റപ്പെടുത്താതെ അവരെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനും മുതിർന്നവരെപ്പോഴും ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെ. അതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന സമയത്തും നമ്മൾ എന്താണ് കുട്ടികൾ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ ചുറ്റിലും ഒരുപാട് നമ്മൾ ഈ ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള വ്യത്യസ്ത ആശയങ്ങളുള്ള ആളുകളാണ് അല്ലെ. അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞു കൊടുക്കണം, ഓരോരുത്തരും ഓരോ രീതിയിലാണ്, അതല്ലെങ്കിൽ അവരുടെ നിറത്തിലായിക്കോട്ടെ, അത് രൂപത്തിലായിക്കോട്ടെ, ഭാവത്തിലായിക്കോട്ടെ, അവരുടെ കുടുംബ പശ്ചാത്തലമായിക്കോട്ടെ, അവരുടെ ആശയപരമായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ഇതെല്ലാത്തിലും വ്യത്യസ്തരാണ് അല്ലെ. അപ്പൊ അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നാണ്. അതുപോലെ നമ്മൾ അരികുവൽക്കരിക്കപ്പെട്ട നമ്മുടെ സമൂഹത്തിലുള്ള നമ്മൾ പ്രത്യേകം കെയർ നൽകേണ്ട ആളുകൾക്കിടയിലേക്കൊക്കെ നമ്മൾ എന്താണ് കുട്ടികളെ എത്തിക്കുക, അവരുടെ അവസ്ഥകളെ കാണിച്ചു കൊടുക്കുക. അപ്പൊ തന്നെ അവർക്കും കുറെയൊക്കെ എന്താണ് അവെയർ ആവും എന്നുള്ളതാണ്, സമൂഹത്തെ കുറിച്ചൊക്കെ അവെയർ ആവും. പിന്നെ ആ മറ്റുള്ളവരുടെ വേദനകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിക്ക് പിന്നെ ഒരിക്കലും എന്താണ് മറ്റൊരാളെ സ്വയം വേദനിപ്പിക്കാനോ അതല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കാനോ ശ്രമിക്കില്ല എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ കളിയാക്കലുകൾ പറയുന്ന സമയത്ത് നമ്മളെ ശാരീരിക പരിമിതികളെ വെച്ച് പലപ്പോഴും കളിയാക്കാറുണ്ടായിരുന്നു കുറച്ച് മുന്നേ. എനിക്ക് തോന്നണം ഇപ്പൊ കുറച്ച് റീസെന്റ് ആയിട്ട് നമ്മളെ കുറച്ചുകൂടി നിലക്ക് അവെയർ ആയി എന്നുള്ളതാണ്. നമുക്കറിയാം റൈറ്റ് ടു RPWD ആക്ട് 2016 ഒരു RPWD ആക്ട് ഉണ്ടാവില്ലേ, റൈറ്റ് ടു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്. ആ നിയമത്തിൽ നമ്മൾ വന്ന സമയത്ത് ഭിന്നശേഷിക്കാരൊക്കെ കളിയാക്കണ ആ കളിയാക്കലുകൾക്ക് ശിക്ഷകൾ വരെ നൽകുന്ന തരത്തിലുള്ള ആക്ട് ആയിരുന്നു അതല്ലേ. അപ്പം സമയത്തൊക്കെ എന്താണ് അവരെ കളിയാക്കുന്നതിൽ എന്താണ് ഈ നിയമം വന്നോട് കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് ഞാനൊരു കാഴ്ചയില്ലാത്തവരുടെ അഗതി മന്ദിരത്തിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടെ 2 ജീവനക്കാരെയും കൊണ്ട് പോലീസ് വന്നിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. അപ്പൊ അവര് ചെയ്തത് എന്താണെന്ന് വെച്ചാല് ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ബസ്സില് വെയിറ്റ് ചെയ്ത ആളുകളെ അവര് കളിയാക്കി അപമാനിച്ചു വന്നതാണ്. അപ്പൊ അതിനവർക്കുള്ള പണിഷ്മെന്റ് ആയിരുന്നു ഈ സ്ഥാപനത്തിൽ വന്നിട്ട് കാഴ്ചയില്ലാത്ത ആളുകളുമായിട്ട് ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി 2 ദിവസം അവരുടെ കൂടെ നിൽക്കണം.
അത്തരം ഇങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ നൽകുന്ന സമയത്ത് എന്താ കുറച്ചുകൂടി ആളുകൾ എന്താണ് അവെയർ ആവുന്നതാണ്. പിന്നെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്താക്കും, അതിൽ നിന്നൊക്കെ ആ കളിയാക്കലുകൾ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവുന്നുള്ളൂ അല്ലെ. അപ്പൊ അത്തരം നമ്മുടെ വീടുകളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മുടെ സ്കൂളുകളിൽ എങ്ങനെ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം, എങ്ങനെ നമുക്ക് കളിയാക്കലുകളെ നേരിടാം എന്ന് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം. സ്കൂളുകളിലാണെങ്കിൽ നമ്മൾ എന്താ ഒരു പോസിറ്റീവ് ക്ലാസ് റൂം എൻവിയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യണം അല്ലെ. കുട്ടികൾക്ക് നല്ലൊരു എന്തും തുറന്നു പറയാൻ പറ്റുന്ന അധ്യാപകർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അല്ലെ. അതൊരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു കളിയാക്കലുകൾ നേരിട്ടുന്ന അധ്യാപകർക്ക് തോന്നിയാൽ അത് പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ കുട്ടീനെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് അതിന് കാര്യങ്ങളെ കുട്ടിക്ക് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ എന്താണ് മറ്റു കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. ഓരോ മനുഷ്യനെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ മറ്റു കുട്ടികൾക്ക് നമ്മൾ എമ്പതറ്റിക് ആയിട്ട് കൈൻഡ് ആയിട്ടുള്ള കരുണയുടെ സഹാനുഭൂതിയുടെ പാഠങ്ങൾ അവർക്ക് പകർന്നു നൽകണം എന്നുള്ളതാണ് അല്ലെ. മൂന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു ക്ലാസ് റൂമുകളിൽ നല്ലൊരു കൂട്ടുകെട്ട്, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ അവഗണിക്കുന്നവരെ നമ്മളെ കളിയാക്കുന്നവരെ കളിയാക്കൽ അവഗണിക്കുക എന്നുള്ളത് അത് എല്ലാവർക്കും ചിലപ്പം പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നമ്മൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം. ഈ കളിയാക്കുന്നവരുടെ ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെപ്പോഴും ഐ എം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പൊ നമ്മൾ കുട്ടികളെ മനസ്സിലാക്കാം, നിനക്ക് കഴിവുകൾ ഇല്ലാഞ്ഞിട്ടോ നിന്റെ എബിലിറ്റീസ് ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്നും അല്ല അവരെ കളിയാക്കുന്നത്, നിന്നെ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ആ കുട്ടീനെ സ്വയം നമ്മൾ മോട്ടിവേറ്റ് ചെയ്തെടുക്കണം. ആ കുട്ടിയുടെ സ്ട്രെങ്ത് എവിടെയാണ്, ആ വീക്ക്നെസ് എവിടെയാണ് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടിക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ എന്താണ് നമ്മൾ സ്കൂളുകളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അതുപോലെ നമുക്ക് റെസ്പെക്ട് വീക്ക്, അതല്ലെങ്കിൽ കൈൻഡ് ആക്ടിവിറ്റീസുകൾ, അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ക്ലാസ് റൂമുകളിലൊക്കെ നടത്തുക. അത്തരം സമൂഹത്തിലേക്ക് അവരെ കൂടുതൽ ഇടപെട്ടുകൊണ്ടുള്ള ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കാണിച്ചു കൊടുക്കുക. അത്തരത്തിലൊക്കെ നമുക്ക് കൂടുതൽ ഒരു സാമൂഹ്യ ബോധമുള്ള കുട്ടികളാക്കി വളർത്തുക എന്നുള്ളതാണ്. അപ്പൊ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ വേദന നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സ്വയം നമ്മൾ തന്നെ കൂടുതൽ നമ്മളിലേക്ക് നോക്കി നമ്മൾ അവെയർ ആവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അധ്യാപകര് ഭാഗത്തു നിന്ന് സ്കൂളുകളിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ നമ്മളെ കുട്ടികൾക്ക് അവയർനെസ് ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അല്ലെ. ആ സമയത്ത് നമ്മൾ നമ്മൾ കോൺഫിഡൻസിനെ കുറിച്ച് പറയും, ഡ്രഗ്സ് അഡിക്ഷനെ കുറിച്ച് പറയും, ഒക്കെ പറയും. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം കൂടിയാണ് കളിയാക്കലുകൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്നും നമ്മൾ എങ്ങനെ മറ്റു കുട്ടികളോട് ഇടപെടണമെന്നും ഒക്കെ നമ്മൾ മക്കളെ കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിക്കണം, അത് ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിനൊക്കെ നമ്മൾ ക്ലാസ് റൂം എൻവിയോൺമെന്റും അതുപോലെ നമ്മളുടെ വീടകങ്ങളും ഏറ്റവും നല്ല വിധത്തിൽ നമ്മൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. അവർക്ക് നമ്മൾ സ്വയം നമ്മൾ അതിന് റോൾ മോഡലുകളായി നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്നതിന് അർത്ഥം തമാശ വേണ്ട എന്നോ ഫണ്ണ് വേണ്ട ഒന്നുമല്ല അല്ലെ. നമ്മൾ തമാശക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകള്, പദപ്രയോഗങ്ങള്, അത് മുന്നിലിരിക്കുന്ന കുട്ടിയെ അതല്ലെങ്കിൽ മുതിർന്ന ആളെ വേദനിപ്പിക്കാത്ത തരത്തില് നമ്മള് തമാശകൾ പറയാ, അത്തരത്തിലേക്ക് നമ്മൾ നീങ്ങുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് നമ്മൾ എന്തൊക്കെ വിധത്തിൽ നമ്മൾ കുട്ടികളെ ബാധിക്കുന്നു എന്നുള്ളത്, അവരെ സാമൂഹികമായിട്ട് ബാധിക്കുന്നു, ശാരീരികമായിട്ട് ബാധിക്കുന്നു, അവരെ അതുപോലെ മാനസികമായിട്ടും പഠന കാര്യങ്ങളിലൊക്കെ ഈ കളിയാക്കൽ ബാധിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ വീടുകളില് അതുപോലെ സ്കൂളുകളില് ഒക്കെ കുട്ടികളെ കൃത്യമായിട്ട് നമ്മൾ കളിയാക്കലിന്റെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അത് അവരെ വളർന്നു വരാൻ അവർക്കുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ തന്നെ സ്വയം മാതൃകകളായിക്കൊണ്ട് നല്ലൊരു വ്യക്തി ആയിക്കൊണ്ട് കളിയാക്കലുകളെ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള വേർഡ്സുകൾ, വാക്കുകൾക്ക് ആയുധങ്ങളെക്കാൾ മൂർച്ചയുണ്ട് എന്ന് പറയാറുണ്ട്. നമ്മുടെ വാക്കുകൾ ശ്രദ്ധിച്ച് മറ്റുള്ളവരെ കളിയാക്കുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കളിയാക്കുന്ന വിധത്തിലേക്കൊന്നും വരാതിരിക്കട്ടെ. അതുപോലെ തന്നെ കുട്ടികളും ഇതിനെക്കുറിച്ച് എപ്പോഴും അവെയർ ആയിരിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം.
ഫീഡ്ബാക്ക് പറയാം. ഓക്കെ സാർ, പറഞ്ഞോളൂ. എനിക്കറിഞ്ഞൂടാ, ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു വേറെ വല്ലവരും പറഞ്ഞിട്ടോ എല്ലാം പറയാമെന്നുള്ളത്. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ തന്നെ ചാടി പിടിച്ച് ആദ്യമേ കയറി വല്ലതൊക്കെ പറയുമെന്നുള്ളത് അതിനൊക്കെ ചില എല്ലാത്തിനെയും പരിഹസിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ മലയാളിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് റിലവൻ്റ് ആണ്. ദയവ് ചെയ്ത് ഇന്നത്തെ വീഡിയോ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ വീഡിയോ റെക്കോർഡിങ്ങിനെ പാരൻസിനെയും ടീച്ചേഴ്സിനെയും കാണിക്കണം. പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് നല്ലൊരു ശതമാനം പേര് അവർ അറിയുന്നില്ല, അവർ മനഃപൂർവ്വം അല്ല, അവരുടെ ഇഗ്നറൻസ് കാരണമാണ് ദേ ആർ ഹേർട്ടിങ് ദി യങ് മൈൻഡ്സ്, വൾണറബിൾ മൈൻഡ്സ്. ഇനി 2 എക്സാമ്പിളും കൂടെ പറയാം. എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും എൻ്റെ ഇതിലുള്ള സ്കൂൾ ഡേയ്സിലെയും. എനിക്ക് തമിഴ് സംസാരിക്കാൻ അറിയാം, തെലുഗു അറിയാം. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ തമിഴ് സംസാരിക്കാൻ ചില പിള്ളേരുണ്ട്. അപ്പോൾ ഞാൻ അവരടുത്ത് തമിഴ് സംസാരിച്ചപ്പോൾ എന്നാൽ പിടിച്ച് വേറെ കുറേ മലയാളി പിള്ളേർ പാണ്ടി ആമ കുളത്തിലെ അണ്ണി മരത്തില്, ചില നമ്മളിവിടെ ആമ എന്ന് പറയും, അതേന്ന് പറയുന്നത് തമിഴില് ആമ, ആമ ആമ. അതോടുകൂടി എന്താണ്, ആ ഏജിൽ വൾണറബിൾ ഏജാണ്. എന്തോന്നോ തമിഴ് ഭാഷ ഇൻഫീരിയർ ആണെന്നുള്ളത് ദീപ്തി കേൾക്കുന്നുണ്ടല്ലോ. ഇൻഫീരിയർ ആണെന്നുള്ള ആ ഒരു കുറച്ചിലാണ് തമിഴ് സംസാരിക്കുന്നത്. അതാണ് പിന്നെ ഞാൻ സ്കൂളിലോ കോളേജിലോ ഒരിക്കൽ പോലും ആരുടെ ഞാൻ തമിഴ് സംസാരിക്കത്തില്ല. തമിഴ് സംസാരിക്കണമെന്ന് ചുറ്റും നോക്കിയിട്ട് വേറെ മലയാളികളെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ തമിഴ് സംസാരിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ആ ഇമ്പാക്റ്റാണ്, അത്രയ്ക്കിതാണ് അവർ ഇത് ചെയ്യുന്നത്. ഇത് വേറൊരു സാറും ചെയ്തു. ടീച്ചേഴ്സ് ആ ക്ലാസ്സിൽ മലയാളം മീഡിയത്തിലാണ് ഞാൻ പഠിച്ചത്, ഞാൻ ഇംഗ്ലീഷ് മീഡിയം അല്ല. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന് കുട്ടി പറയേണ്ടത് അതെ, അതാണ് എക്സ്പെക്റ്റഡ് ആൻസർ. അവൻ തമിഴനാണ്, അവൻ്റെ വീട്ടിൽ സംസാരിക്കുന്നത് തമിഴാണ്. അവനുടൻ തന്നെ ആമാന്ന് പറഞ്ഞു, പെട്ടെന്ന് അതേ എന്ന് പറയുന്നതിന് പകരം ആ സാറും അതേപോലെ തന്നെ എന്താ ആമ കുളത്തിലാണ് കേട്ടാ എന്ന് പറയും. So that is what the teachers also do. ഇനി ഞാൻ ഡോക്ടറേറ്റ് മെഡിക്കൽ കോളേജിൽ ഞാൻ ഇപ്പോഴും ഇത് എല്ലായിടത്തും ഉണ്ട്. ഞാൻ 2-3 എക്സാമ്പിൾ പറയുന്നതിൻ്റെ ഉദ്ദേശം നാളെ ഈ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഫാസ്മിന, ഞാൻ ഈ ഷെയർ ചെയ്ത എക്സാമ്പിൾസ് ദീപ്തിക്കും നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അവിടെ ഡിസ്കഷനിൽ ഒരു 8-10 പേര് ഞങ്ങൾ കാണും. സാറ് ഒരു അസുഖത്തിനെ കണ്ടുപിടിച്ചു, ടൈഫോയിഡെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖം. എന്നാൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ, ഹൗ വിൽ യു ട്രീറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കും. ഉടനെ ഗുളികയുടെ പേര് പറയും. സോ വാട്ട് ഈസ് ദി ഡോസ്? അപ്പോൾ തെറ്റിച്ച് ഡോസ് പറയുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുന്നതിന് പകരം ദാറ്റ് ഇസ് നോട്ട് ദി റൈറ്റ് ഡോസ്, ഇത്രയും പറഞ്ഞാൽ മതിയല്ലോ, ദിസ് ഇസ് ദി റൈറ്റ് ഡോസ്. അതിന് പകരം എന്താ പറയാ പറയുന്നത്, അപ്പോൾ കളിയാക്കുന്നത്, ഡു യു വാണ്ട് ടു ബിക്കം എ ഡോക്ടർ ഓർ എ കില്ലർ? തീർന്നോ? ഡു യു വാണ്ട് ടു ബിക്കം എ ഡോക്ടർ ഓർ എ കില്ലർ? ഉടനെ ബാക്കിയുള്ളവരെല്ലാം ചിരിക്കും, എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഈ തെറ്റായ ഉത്തരം പറഞ്ഞ ആ സ്റ്റുഡൻറ്റ് ആകെക്കൂടി വല്ലാതെ ഉള്ളിൽ വേദന വരും. ശരിയാണോ ദീപ്തിജി? തീർച്ചയായിട്ടും ഇൻസൾട്ട്, പബ്ലിക്കായിട്ട് ഹ്യൂമിലേറ്റിംഗ് ആണ്. അതിനുശേഷം അടുത്ത തവണ മുതൽ ഏതെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയത്തില്ല. കാര്യം എന്നറിയാം, ഫിയർ ഓഫ് ക്രിറ്റിസിസം, ഫിയർ ഓഫ് ഹ്യൂമിലിയേഷൻ. ഇത് ഞാൻ കാരണം ഐ ബിക്കേം എ ട്യൂട്ടർ. ഇനി ഞാൻ എന്ത് ചെയ്തു? ഓരോന്നും കണ്ട് ഞാൻ ഫാക്കൽറ്റി ആയി. ഞാൻ മെഡിക്കൽ കോളേജിൽ ട്യൂട്ടറായിട്ട് പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടാണ് നാട് വിട്ട് വന്നത്. അമേരിക്കയിൽ വരുന്നതിന് മുമ്പേ അവിടെ നാട്ടിൽ കുറേ നാൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അധ്യാപകനായിട്ടുള്ള ആ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോഴാദ്യം ഞാൻ പറഞ്ഞത് എൻ്റെ ക്ലാസ്സിൽ
don't be afraid to give answer. If it is wrong, don't worry. I am here to correct you. If you knew the answer, correct answer, there's no need for you to come to the class. അല്ല അറിയാൻ തന്നെ വരേണ്ട ആവശ്യമില്ലല്ലോ. So don't be afraid to make any mistakes. Speak up. ഇനി അടുത്തത് ബാക്കി സ്റ്റുഡൻസ് നോക്കിയിട്ട്, if a student gives a wrong answer, if somebody else laughs, then all the subsequent my questions will be directed to that person. അതായത് അയാളെ കളിയാക്കി ആരെങ്കിലും ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ എല്ലാ ചോദ്യങ്ങളും വരുന്നത് ആളുടെ അടുത്താണ്. കാരണം എന്തായി, ആർക്കും എൻ്റെ ക്ലാസ്സിൽ ഉത്തരം പറയാനായിട്ട് ഒരു പേടിയില്ല, മടിയില്ല. ആ കോൺഫിഡൻസും കറേജും വന്നു. ആൻഡ് ഐ വാസ് ഏബിൾ ടു കറക്റ്റ് ദം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, ഈ വീഡിയോ ടീച്ചേഴ്സ്, പാരൻസ്, അവിടെയുള്ള റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഷെയർ ചെയ്യണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അർജൻറ്റും ആണ്. മലയാളത്തിലൊരു സിനിമ, മലയാളിയാണ് ഏറ്റവും കൂടുതൽ, ഒരു സിനിമയുടെ പേരാണ് ഡേ തടിയ. അങ്ങനെ ഒരു സിനിമയും വന്നില്ലേ? ഇതിലപ്പുറം എന്തുവാണ്? ബോഡി ഷെയ്മിങ് പബ്ലിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. സോ ഇറ്റ് ഈസ് വെരി വെരി വളരെ വളരെ പരിതാപകരമാണ്. വെരി ഗുഡ് ടോക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? പിന്നെ വേണുഗോപാൽ ഡോക്ടർ എന്തിനാ എന്നെ കൂടെ കളിയാക്കുന്നേ? എവിടെ കളിയാക്കി? നിങ്ങൾ അത് കളിയാക്കിയെന്ന് നിങ്ങൾ പെർസീവ് ചെയ്ത അത് എന്റെ കുഴപ്പമല്ല. അല്ല രണ്ടിതുണ്ട്. കളിയാക്കുന്നത് പെർസെപ്ഷനാണ്. അതായത് ഹ്യൂമറും ഇത് രണ്ടും വ്യത്യാസമാണ്. ഞാൻ വന്നിട്ട് ഹ്യൂമർ ഇസ് ഡിഫറെന്റ് ഫ്രം ഇതിൻ്റെയൊക്കെ. ഞാൻ ഹ്യൂമറായിട്ട് ചിരി ക്ലബ്ബ് നാട്ടിൽ ട്രിവാൻഡ്രത്ത് 5.5 കൊല്ലം ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഓരോ മാസവും 15 മുതൽ 20 മിനിറ്റ് വരെ അൻസാരിജി നിങ്ങളും വന്ന് കേട്ടിട്ടുണ്ട്, നിങ്ങൾ എന്നെ പറഞ്ഞിട്ടുണ്ട് ചിരി ക്ലബ്ബിൽ. എന്നിട്ട് ഞാൻ ഏഷ്യാനെറ്റിൽ എൻ്റെ ഇതുണ്ടെങ്കിൽ അത് വൈറലായി. ആ ഇതിൻ്റെ വീഡിയോ ഒരു കുറഞ്ഞത് ഒരു 10-15 ഗ്രൂപ്പിലെങ്കിലും പോയിട്ടുണ്ടത്. അപ്പം എൻ്റെ സെൻസ് ഓഫ് ഹ്യൂമർ വളരെ സ്ട്രോങ് ആണ് എൻ്റെത്. ഹ്യൂമറിനെ കളിയാക്കെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്തവരുടെ പ്രശ്നമാണ്. അതിനെനിക്ക് മരുന്നൊന്നുമില്ല, അതിനെനിക്ക് യാതൊരു ചികിത്സയും ഇല്ല. അൻസാരിജി നിങ്ങൾ അങ്ങനെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ എം സോറി. എനിക്കൊരു ഫീലിംഗും ഇല്ല സാർ, ഇഷ്ടംപോലെ കളിയാക്കിക്കോ. അപ്പൊ നിങ്ങൾ ഫീൽ ചെയ്തിട്ടില്ല, അപ്പൊ പിന്നെ എന്താണ് കളിയാക്കിയെന്ന് പറയുന്നത്? നിങ്ങൾ ഫീൽ ചെയ്യുമ്പോഴാണ് കളിയാക്കുന്നത്. ഞാൻ ചോദിച്ചതാ സാർ, അത് സീരിയസ് ആയിട്ട് എടുക്കുന്നല്ലോ. ഞാൻ ഉരുണ്ട് കളിക്കുകയാണ്. അല്ല അൻസാരിജി നന്നായിട്ട് അൻസാരിജി ഉരുണ്ട് കളിക്കുകയാണ്. നിങ്ങൾക്ക് മിക്കവർക്കും അറിഞ്ഞുണ്ടെങ്കിൽ ഇദ്ദേഹം എന്റെ പ്രായമായി കേട്ടോ, അതുകൊണ്ടാണ് വരാത്തത്. ചില കണ്ടു കഴിഞ്ഞാൽ വയസ്സ് അറിയില്ലോ എന്ന് അറിഞ്ഞിട്ടായിരിക്കും. എനിക്ക് യാതൊരു ഇതുമില്ല, ഡൈ അടിക്കാറുമില്ല. അപ്പം അങ്ങനെ അത് കാരണം അദ്ദേഹം ഒരു സ്കൂളിലൊക്കെ സ്പെഷ്യൽ ഇതിൻ്റെ എഡ്യൂക്കേഷനോ അതിൻ്റെയൊക്കെ ആയിരുന്നു ഹെഡ് മാസ്റ്ററൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യനാണ്, ഒരു ട്രെയിനറാണ്. അത് ഓൾറെഡി പുള്ളി ഒരുപാട് നല്ല തമാശയായിട്ട് സരസമായിട്ട് സംസാരിക്കും. പിന്നെ ഇടയ്ക്കും മറിക്കും പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ നാട്ടിൽ പറയില്ല, ഒന്ന് ചൊറിയാൻ നോക്കും കേട്ടോ. അതാണ് ഈ പരിപാടി ചെയ്തത്. കുഴപ്പമില്ല അൻസാരിജി. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അടുത്ത ആരാണ് ഫീഡ്ബാക്ക് പറയാ? മാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മള് പേരൻസിന് ഇതിന് അവയർനെസ് കൊടുക്കണം. ഏത് രീതിയിൽ കുട്ടിയെ ഇങ്ങനെ മറ്റുള്ളവർ കളിയാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. പക്ഷെ എങ്ങനെ മോട്ടിവേഷൻ കൊടുക്കണം എന്ന് ചിലർക്ക് അറിയില്ല. ഇപ്പോ ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു അനുഭവമാണ്. അവര് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് 2 പെൺകുട്ടികൾ, നല്ല മിടുക്കികളായ 2 പെൺകുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൊരു മൂത്ത കുട്ടിയാണെന്ന് തോന്നുന്നു. മൂത്ത കുട്ടിയോട് പറഞ്ഞു, മോള് കാണാൻ നല്ല സുന്ദരിയാട്ടോ എന്ന് പറഞ്ഞു സൈക്കോളജിസ്റ്റ്. അപ്പോ നല്ല വെളുത്ത് മെലിഞ്ഞ് സുന്ദരിയായിട്ടുള്ള കുട്ടി, ഞാൻ വെളുത്തതെന്ന് മനഃപൂർവ്വം പറയണല്ല കേട്ടോ, ബോഡി സ്ട്രക്ചർ കളറ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോ ഈ കുട്ടി പറയാണ്, അല്ല മാഡം, ഞാനല്ല ഭംഗിയുള്ളത്, എന്റെ അനിയത്തിയാണ് ഭംഗിയുള്ളത്. അപ്പൊ അനിയത്തി നോക്കിയപ്പോ കുറച്ച് ബൾക്കി ആയിട്ട് കളറ് കുറഞ്ഞ ഒരു കുട്ടി.
അപ്പോ ഇതെന്താ കാര്യം എന്ന് വെച്ചാല് ഈ കുട്ടിയെ പേരൻസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നിനക്ക് കളർ ഉണ്ടെങ്കിലും ഭംഗി മുഴുവൻ അനിയത്തിക്കാണ്. വളരെ നിരുപദ്രവകരമായ കാര്യം ആണെന്ന് തോന്നുമെങ്കിലും ഈ കുട്ടി വെളുത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഭംഗിയില്ല. വെളുപ്പ് കുറഞ്ഞ എന്റെ അനിയത്തിക്ക്, കളർ കുറഞ്ഞ എന്റെ അനിയത്തിക്കാണ് ഭംഗി. ഞാൻ നല്ല മെലിഞ്ഞായിരിക്കണം, മെലിഞ്ഞിരിക്കുന്നത് ഒരു അപാകതയാണ്. ഇച്ചിരി വണ്ണമായിട്ടിരിക്കണ എന്റെ അനിയത്തിയാണ് സുന്ദരി. അപ്പൊ അവര് ആ കുട്ടി തിരുത്തി കൊടുക്കുകയാണ്, അല്ല മാഡം, ഞാനല്ല ഭംഗിയുള്ളത്, എന്റെ അനിയത്തിക്കാണ് ഭംഗിയുള്ളത്. ആക്ച്വലി ഇത് ഇവരുടെ പേരൻസ് ഉദ്ദേശിക്കുന്നത് ഈ കുട്ടിക്ക് വിഷമാവരുത്. ചേച്ചിയെ കാണുമ്പോൾ ചേച്ചിക്ക് കളറുണ്ടല്ലോ, ചേച്ചി നല്ല നല്ല ഭംഗിയുള്ള കുട്ടിയാണല്ലോ എന്ന് പറയരുത് എന്ന് വിചാരിച്ചു ആ കുട്ടിക്ക് ഫീൽ ചെയ്യരുതെന്ന് ഓർത്ത് ഈ കുട്ടിയെ മോശമാക്കിയിട്ടാണ് മറ്റേ കുട്ടിക്ക് ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് മോട്ടിവേഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പേരൻസ് ഇതിനെക്കുറിച്ച് അവയർനെസ് വ്യക്തമായി വേണം. ഒരു കുട്ടിയെ കളറിന്റെ പേരിലോ ബോഡി സ്ട്രക്ചറിന്റെ പേരിലോ കളിയാക്കുമ്പോൾ ആ കുട്ടിയെ മറ്റൊരു കുട്ടിയുമായിട്ട് താരതമ്യപ്പെടുത്തി അവള് മോശമാണ്, അവൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്കാണ് ഭംഗിയും കഴിവും ഇന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേക്കാൾ കൂടുതൽ നിന്റെ കഴിവുകൾ എന്താണെന്നും നിന്റെ രൂപത്തിന്റെ ഗുണങ്ങൾ എന്താണെന്നും പറഞ്ഞ് മനസ്സിലാക്കുക. ഒരാള് മോശക്കാരിയാക്കി അല്ലെങ്കിൽ മോശക്കാരനാക്കി മറ്റൊരാള് നന്നാക്കിയിട്ടല്ല മോട്ടിവേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ പേരൻസ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ ഏത് രീതിയിൽ മോട്ടിവേഷൻ കൊടുക്കണമെന്നും ഏത് രീതിയിൽ ആണ് ഇതിനെക്കുറിച്ച് അവയർനെസ് വേണ്ടതെന്നും വ്യക്തമായ ഒരു ധാരണ ആവശ്യമാണ്. അല്ല ഇത് ദീപ്തിജി, നിങ്ങൾ ചെറുപ്പത്തിലെ ദീപ്തിജി, ഇത് നല്ല റിയൽ വെരി ഗുഡ് എക്സാമ്പിൾ. അതുകൊണ്ട് താങ്ക് യു മാം. ഇതും താങ്ക് യു കൂടെ സാർ. ചേർത്ത് ഈ വീഡിയോ ഡെഫിനറ്റ്ലി ഇറ്റ് മസ്റ്റ് റീച്ച് ദി പാരന്റ്സ്. ഇറ്റ് മസ്റ്റ് ഇതിലെ റീച്ച് ദി തീർച്ചയായിട്ടും. പാരന്റ്സ്. അതായത് പിന്നെ ഒരു കുട്ടിയെ മോശമായിട്ട് അത് പ്രത്യേകിച്ച് സിബ്ലിങ്സിനെ അങ്ങനെ കമ്പയർ ചെയ്തിട്ടല്ല ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയെ മോട്ടിവേറ്റ് ആക്കുന്നത്. ആക്ച്വലി ആ കുട്ടി സ്വയം ചിന്തിക്കില്ല എനിക്ക് കളർ ഉണ്ട്, അവൾ എന്നെ അങ്ങനെ പറയുന്നത് അവൾക്ക് വിഷമാവാണ്ടിരിക്കാൻ. അതും ചെറിയ കുട്ടിയാണ്, 2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ അവര് തമ്മില്. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ തോന്നുന്നത് എന്താ, എന്റെ പേരൻസിന് എന്നെ ഇഷ്ടമല്ല, അങ്ങനെ ഒരു ചിന്ത വരും. അപ്പൊ പേരൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ കളറിന്റെ പേരിൽ ആ കുട്ടി വിഷമിക്കരുത്, ചേച്ചിയെ കമ്പയർ ചെയ്ത് ആരെങ്കിലും പറയുമ്പോൾ വേദനിക്കരുതെന്നാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവ് അവര് ഇത് ഒന്നും ഉദ്ദേശിച്ചായിരിക്കില്ല, പക്ഷെ വ്യക്തമായ ഒരു അറിവ് ധാരണ അവർക്ക് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ്. ഇതില് ചെറുപ്പത്തിൽ വളരെ കൊച്ചിലെ തന്നെ പിള്ളേരുടെ അടുത്ത് കളിയും തമാശയും പറയുകയാണെങ്കിൽ കാര്യമായിട്ട് കളിയാക്കിയാലൊന്നും അതുങ്ങളെ ഏക്കത്തില്ല. പക്ഷെ ഇതെന്തുവെന്ന് പറഞ്ഞാൽ ചില പേരൻസ് അങ്ങനെ ഒന്നും കളിയും തമാശയും വീട്ടിലും പരസ്പരം പറയത്തില്ല, പിള്ളേരുടെ അടുത്തും പറയത്തില്ല. ഇപ്പൊ ഞാനിവിടെ 4 കൊച്ചുമക്കളെ കൂടെയാണ് താമസിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ഇപ്പൊ രാവിലെ വെറുതെ ഇരിക്കുമ്പോ മടിച്ചവിടിരുന്ന പറയും ഇന്ന് സ്കൂളില്ല കേട്ടായിരുന്നോ TV-യിലെന്ന്. ഉടനെ പറഞ്ഞ് ഞാൻ കേട്ടു എന്നേ പറയത്തുള്ളൂ, അല്ലാതെ അത് സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും തമാശ പറയും. അപ്പൊ അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സ്കൂളുകളിൽ അതൊക്കെ സംഭവിക്കും, ഇരട്ട പേര് വിളിയും ഇതുമൊക്കെ. ഇപ്പൊ സാറുമാർക്കാണെങ്കിൽ നമുക്ക് ഓരോ സ്കൂളിൽ പോകുമ്പോഴും പുതിയ പേരുകൾ കിട്ടും, അതൊക്കെ സാധാരണ സംഭവങ്ങളാണ്. അതിന്റെ പിറകെ നടക്കുന്ന സാറുമാരുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഒത്തിരി പല സ്കൂളുകളിലും ഇരുന്നിട്ടുള്ളതാണ്, എനിക്കറിയാം. ഇവിടെയും ഗൾഫിൽ ഇരുന്നപ്പോൾ അവിടുത്തെ സ്കൂളിൽ നിന്ന് ഇരട്ടപ്പേര് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഐ ഡോണ്ട് കെയർ ഇറ്റ്. അപ്പൊ അതുപോലെ ഇതിലൊന്നും കാര്യമില്ല. പക്ഷെ അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പ്രശ്നം. അതുകൊണ്ട് കൊച്ചിലെ തന്നെ പിള്ളേരുടെ അടുത്ത് നമ്മൾ തമാശകൾ പറയണം, വീട്ടിൽ തന്നെ പറയാനും ചെറുതായിട്ട് കളിയാക്കുകയൊക്കെ ചെയ്യണം. ഇൻസൾട്ട് ചെയ്യാത്ത വിധത്തിൽ കളിയാക്കുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അത് ഇത് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതായത് പല മാരേജസും കല്യാണം കഴിഞ്ഞിട്ട് കളിയാക്കലിൽ മാത്രം ഡിവോഴ്സ് നടന്ന ഒത്തിരി കേസസ് ഉണ്ട്. കാരണം എന്തുവാന്ന് പറഞ്ഞാല് കുറ്റം പറയുന്നു, നിനക്ക് സൗന്ദര്യം ഇല്ല, അല്ലെ നിനക്ക് മുടിയില്ല. ഇവിടെ ഇവിടുത്തെ ഞാൻ യൂണിവേഴ്സിറ്റിയാണ് താമസിക്കുന്നത്. അവിടെ ഒരു ഞങ്ങൾ നടക്കാൻ പോകുന്ന ഉണ്ട്. അപ്പൊ അവിടുത്തെ ഒരു സാറ് പറഞ്ഞത്, ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു ടീച്ചറും വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു സാറുമായിട്ട് വലിയ എല്ലാം പ്രേമിച്ച് കല്യാണം കഴിച്ചു. 2-3 വർഷം പ്രേമിച്ചതിന് ശേഷം 2 ഡിപ്പാർട്ട്മെന്റില് 2 പേര് ഒടുക്കം ഡിവോഴ്സിന് പോയി. ഡിവോഴ്സിന് പോയപ്പോ എന്തെന്ന് അത് മുടി കിടന്നു എന്നുള്ളതിനെ തുടർന്നാണ് ആ വഴക്കുണ്ടായത് ആഹാരത്തില്. അപ്പം കോടതിയില് മറ്റേ ആള് പറഞ്ഞ എന്തുവാന്നറിയാം, ഇയാള് കല്യാണത്തിന് മുമ്പ് എന്റെ മുടിയുടെ സൗന്ദര്യം കൊണ്ടാണ് ഞാൻ എനിക്ക് ഇത്രയും അടുപ്പം വന്നതെന്ന് പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെ ഒക്കെ ഉള്ള കാര്യങ്ങള്
നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാതെ അത് സിമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇതാവത്തില്ല. അത് പിള്ളേരെ തന്നെ സ്കൂളിലായാലും എവിടെയായാലും അതിനെ നിഗ്ലക്ട് ചെയ്യുകയോ അതിനെ ഡീസെൻസിറ്റൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. താങ്ക് യു. അത് അൻസാരി, അയാൾ നിങ്ങളുടെ ഇരട്ട പേര് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തരണേ കേട്ടോ. ഗൾഫിൽ എനിക്ക് അറിയാൻ വളരെ ക്യൂരിയോസിറ്റി വളർത്തി. ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് ഫാസ്മിന ആൻഡ് ജാസ്മിൻ ദീപ്തി, അമിതാഭ് ബച്ചനെ എങ്ങനെയാണ് ആദ്യം കളിയാക്കിയെന്ന് ആർക്കെങ്കിലും അറിയാമോ? അറിഞ്ഞൂടെന്ന് പറഞ്ഞേ. അറിയാമോ? പറഞ്ഞു. എക്സാക്ട്ലി. ആദ്യകാലത്ത് അറിയാം, ഇന്നത്തെ ഇതല്ല. പഴയ ഫോട്ടോ നിങ്ങൾ നോക്കണം. വളരെ മെലിഞ്ഞായിരുന്നു ഈ അമിതാഭ് ബച്ചൻ. അപ്പോൾ അഭിനയിക്കാനായിട്ട് വേണ്ടി ഓരോ പ്രൊഡ്യൂസറടുത്തും ഡയറക്ടറടുത്തൊക്കെ പോകുമ്പോൾ 6 അടി 3-4 ഇഞ്ച് പൊക്കം. അന്നത്തെ ഒരു നടനും അത്രയും പൊക്കവും ഇല്ല. അവർ നോക്കിയിട്ട് ഇത് എന്താണെന്നാണ്, ജിറാഫാ കേട്ടോ, വിളിച്ചെന്താണ് ജിറാഫോ എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ബോഡി ഷെയ്മിങ് ആണെന്ന് നോക്കിക്കൊള്ളാം. പക്ഷെ അതിനെല്ലാം ഓവർകം ചെയ്തു. അതുപോലെ AR മറ്റേ വോയിസ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് റിജക്റ്റഡ്, ഇത് കമ്പീറായിട്ടുള്ളതൊക്കെ. ഇന്ന് അമിതാഭ് ബച്ചൻ്റെ വോയിസിനാണ് എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞറിയാം, ഇത് അമിതാഭ് ബച്ചൻ ഇന്ന് പഠിക്കണം. ഇതും കൂടെ ഒന്ന് ഫാസ്മിനെ എവിടെയെങ്കിലും പറയുക, അമിതാഭ് ബച്ചൻ്റെ റിയൽ എക്സാമ്പിൾ, കുറേ പേരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്. ഇൻസ്പൈറ്റ് ഓഫ് അത് കേട്ടിട്ട് അമിതാഭ് ബച്ചൻ അപ്പോൾ തന്നെ തളർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് അമിതാഭ് ബച്ചനെ കാണാൻ പറ്റത്തില്ല. സോ ബാക്കിയുള്ളവർ പറയുന്നത് പറഞ്ഞോട്ടെ, പറയും, അതിനെ ഇതാക്കരുത്. അടുത്തതാണ് മോഡിയെ. എത്ര പേരാണ് ഇപ്പോഴും ഒരു മണിശങ്കർ അയ്യർ എന്ന് പറയുന്ന അങ്ങേര് IFS അപ്പർ കാസ്റ്റ്, ഇങ്ങനെ ചായ് വാല എന്ന് വിളിക്കുന്നത്. നോക്കിക്കൊള്ളേ, എത്രതായിട്ട് ഇൻസൾട്ടിങ് ആയിട്ടുള്ളത്. ചായ് വാല, അത് കേട്ടിട്ട് മോഡി ഇത് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ കുറേ പേരുന്ന് റിയൽ വേൾഡിൽ നിന്നുള്ള എക്സാമ്പിളും കൂടെ പറയണം കേട്ടോ ഫാസ്മിന. ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാറ്റ് വിൽ മേക്ക് ദി ഹോൾ യുവർ ടോക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് നല്ല കൊഴുപ്പുണ്ടാക്കും. ഓക്കെ, താങ്ക് യു. യെസ്, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അതുപോലെ പല ആളുകളും തളർന്നു പോകുന്നത്, ജീവിതത്തിൽ തളർന്നു പോകുന്നതും എങ്ങും എത്താതെ പകുതി വഴിയിൽ അവർ ഉപേക്ഷിച്ചു പോകുന്നതിന്റെ ഒക്കെ കാരണം ഈ കളിയാക്കല. അവരതിനെടുത്ത് തലയിൽ വെക്കുന്നു, അതോടെ അവരെ ജീവിതം സ്റ്റോപ്പ്. അതേസമയം ചില ആളുകൾ ഈ കളിയാക്കലെടുത്ത് വളമാക്കുന്നു. ചിലരെടുത്ത് തലയിൽ കയറ്റും, അതോടെ തീർന്നു. അവർ ഉള്ളിലേക്ക് എടുക്കും, അതോടുകൂടി അവരുടെ ലൈഫ് സ്റ്റോപ്പായി. അപ്പൊ എനിക്കൊരു ക്ലാസ്സിൽ ഒരു കുട്ടി വന്നു. അപ്പൊ ആ കുട്ടി അത്യാവശ്യം സംസാരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവളെ ഉമ്മ പറഞ്ഞ ഒരു കേസ്, ഉമ്മ നല്ല സുന്ദരിയാണ്, വെളുത്തിട്ടാണ്, ഭർത്താവ് കുറച്ച് കറുപ്പാണ്. അപ്പൊ ഈ ഭർത്താവിന്റെ നിറമാണ് ഈ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. ഭർത്താവിനെ പോലെയാണ് കാണാനും ഒക്കെ. അപ്പൊ ഉമ്മയും കുട്ടിയും കൂടെ പോകുമ്പോ എല്ലാവരും ഈ കുഞ്ഞിനെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇത് ഈ ഉമ്മയ്ക്ക് വിഷമമാണ്. കാരണം ഉമ്മ നല്ല വെളുത്ത് സുന്ദരിയായിരിക്കുന്നു, മോള് നിറം കുറഞ്ഞിട്ടാണ്. അപ്പൊ ഈ കുഞ്ഞിന് ഇത് മാനസികമായിട്ട് തളർത്തുന്നുണ്ട്. അപ്പൊ എന്റെ ക്ലാസ്സിൽ വന്നപ്പോ ഞാൻ ഫസ്റ്റ് ഡേയിൽ, അപ്പൊ ഈ പാരന്റ് എന്നോട് ഇത് പറഞ്ഞിരുന്നു. ഞാൻ ഫസ്റ്റ് ഡേയിൽ അവർക്ക് കൊടുത്ത ഒരു മോട്ടിവേഷൻ എന്താന്ന് വെച്ചാല്, ഒരിക്കലും നമ്മളുടെ നിറമോ നമ്മുടെ വസ്ത്രമോ നമ്മുടെ ഈ ബാഹ്യമായ സംഭവങ്ങളായിരിക്കരുത് നമ്മളെ അളക്കുന്നത്. പകരം നമ്മളുടെ ഉള്ളിലെ യുണീക്ക്നെസ് ആയിരിക്കണം, നമ്മുടെ സ്കില്ലുകളായിരിക്കണം. അതുപോലെ ഓരോ ആൾക്കാരും, ഈ കറുത്ത രാജ്യത്തൊക്കെ ആൾക്കാർ, എന്തുമാത്രം ആൾക്കാർ നല്ല രീതിയിൽ അവരുടെ ഓരോ, ഇപ്പൊ കിളിപ്പോൾ അല്ലെ, കുഞ്ഞു വീട്ടിലാണ് താമസിക്കുന്നത്. അതുപോലെ അവരുടെ നിറം കണ്ടില്ലേ, കറുത്തിട്ടാണ്. പക്ഷെ അവര് എങ്ങനെയാണ് ഈ ലോകത്ത് അറിയപ്പെട്ടത്? അവരുടെ ആ പാട്ടിലൂടെ അല്ലെ. മലയാളികളെ പോലെ പാടാൻ ചുണ്ടനക്കി പാടുന്നു, മലയാളം പാട്ടുകൾ പാടുന്നു. അപ്പൊ അവരുടെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു കഴിവെന്ന് പറയുന്നത് അവരുടെ സോങ് ആണ്. അതിലൂടെയാണ് അവർ പുറം ലോകത്തേക്ക് അറിയപ്പെട്ടത്. അപ്പൊ അതുപോലെ കുറെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് പറഞ്ഞു കൊടുത്തിട്ട്, ഇവരെല്ലാം കറുത്ത ആൾക്കാരാണ്, പക്ഷെ വലിയ സൗന്ദര്യമൊന്നും വലുതായിട്ട് ഇല്ലാത്ത ആൾക്കാരും. എന്നാൽ ഇവര് പുറം ലോകത്തേക്ക് അറിയപ്പെട്ടത് എങ്ങനെയാണ്? അവരുടെ സ്കില്ല്. അതാണ് പറയുന്നത്, എവരി വൺ ഹാസ് യുണീക് ടാലന്റ് ആൻഡ് സ്ട്രെങ്ത്. അപ്പൊ അതിലേക്കായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ളത്. അപ്പൊ മോൾ ഈ പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ പഠിച്ചു വന്നാൽ നീ ഒരു നല്ല പബ്ലിക് സ്പീക്കർ ആകണം. അപ്പൊ നിന്നെ ആൾക്കാർ അറിയപ്പെടാൻ തുടങ്ങും. അവിടെ ആയിരുന്നു തുടങ്ങണം നീ.
എന്ന് പറഞ്ഞു കൊടുത്തു. നന്നായിട്ട് ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. ഒരു ഫിയറും ഇല്ലാതെ എന്റെ മുന്നിൽ അവള് സംസാരിക്കാൻ തുടങ്ങി. എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയാൻ തുടങ്ങി. ഇനി ഞാൻ പറയും മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി 3 ലാംഗ്വേജ് എനിക്ക് എല്ലാ ദിവസവും റീഡ് ചെയ്ത് അയക്കണമെന്ന് പറഞ്ഞു. അവൾ ആദ്യം അവളുടെ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വായിക്കുമ്പോൾ ഫോട്ടോയും കൂടി എനിക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു തരണം. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഞാൻ തിരുത്തി തരാന്ന് പറഞ്ഞു. ആ കുട്ടി നന്നായിട്ട് വായിക്കാൻ തുടങ്ങി, നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഒരാഴ്ച കൊണ്ട് തന്നെ അവൾക്ക് നല്ല മാറ്റം വന്നു. അപ്പൊ പാരന്റിന് അത്യാവശ്യം നല്ല കോൺഫിഡന്റ് ആയി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ബാക്കിയുള്ളവർ എന്തോ പറഞ്ഞോട്ടെ, അവര് പറയുന്നത് അത് അവർക്ക് അറിയില്ല, അവരങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അയ്യോ മോളും ഉമ്മയുടെ അത്ര നിറയില്ലല്ലോ, എന്തെങ്ങനെ എന്ന് അവരറിയാണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഇനി അറിഞ്ഞോണ്ട് പറഞ്ഞാൽ പോലും, നമ്മളെ ഹെർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ പോലും അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യരുത്. അത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തളരുന്നത് ആ പറഞ്ഞ അവരല്ല, അവര് പറഞ്ഞിട്ട് അവരെ പാട് നോക്കി അങ്ങ് പോകും. പക്ഷെ ആ കേൾക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? ഇത് എന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ആ പറയുന്നവര് പോലും നമ്മളെ കുറിച്ച് പിന്നെ ചിന്തിക്കുന്നില്ല. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും അത് തന്നെ ചിന്തിച്ച് നമ്മളുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല ചെയ്യാനുള്ളത്. പകരം എന്ത് ചെയ്യണം? അതെല്ലാം വളമാക്കി മാറ്റുക. നമ്മുടെ നിറമോ നമ്മുടെ ആ ഒരു ഭംഗിയോ ഒന്നും ആയിരിക്കരുത് നമ്മളെ ലീഡ് ചെയ്ത് കൊണ്ടുപോവേണ്ടത്. ഒപ്പം അതിനേക്കാൾ ഉപരി നമ്മുടെ കഴിവുകളാണെന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ആ കുട്ടി എന്ത് ചെയ്തു? ഒരുവിധം മുന്നോട്ട് വരാൻ തുടങ്ങി. അപ്പൊ ആ ഒരു അവയർനെസ് നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്താൽ അവിടെ നമ്മൾ വിജയിച്ചു. അപ്പൊ ഒരു അധ്യാപിക എന്ന് പറയുന്നത് എപ്പോഴും ഒരു കുട്ടിയുടെ അകക്കണ്ണ് തുറപ്പിക്കുന്നവളാവണം. അതാണ് യഥാർത്ഥ അധ്യാപിക എന്ന് പറഞ്ഞാൽ. ഇപ്പൊ എന്റെ അടുത്ത് വരുന്ന കുട്ടികൾ തമാശ പറയും, ചിരിക്കുന്നു, കാര്യം പറയുന്നു, ബഹളം വെക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങളെ ക്ലാസ് ടീച്ചറിന്റെ മുന്നിൽ പോയി നിങ്ങൾ ഇതുപോലെ ബഹളം വെക്കുമെന്ന് ചോദിച്ചപ്പോ ഞാൻ എങ്ങനെ ആക്കി? ഇല്ലാന്നാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ കുറച്ച് ഫ്രീഡം തരുന്നോണ്ടാണല്ലേ എന്ന് പറഞ്ഞു. അതുപോലെ അവരെന്തുണ്ടെങ്കിലും ഓടി വന്ന ഉടനെ അവരങ്ങ് സ്കൂളിലെ വിശേഷങ്ങൾ എൻ്റെ അടുത്ത് പറയും. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയും. അടുത്തിരിക്കുന്ന ആളിനെ അടി കിട്ടിയതും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയത് എന്ത് വിശേഷം ഉണ്ടെങ്കിലും വള്ളി പുള്ളി തെറ്റാതെ അവർ എൻ്റെ അടുത്ത് പറയും. അതേസമയം അതേ കുട്ടികളോട് ഞാൻ ക്ലാസ് ടീച്ചറോട് വിളിച്ച് സംസാരിച്ച സമയത്ത് ആ ടീച്ചർ പറഞ്ഞത്, ആ കുട്ടിയോട് ഞാൻ എന്ത് ചോദിച്ചാലും ആ കൊച്ചു സംസാരിക്കേയില്ല. ഒരു കാര്യം 100 പ്രാവശ്യം ചോദിച്ചാൽ ആ കൊച്ചു മിണ്ടില്ല. ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് ഇവിടെ ഇങ്ങോട്ട് വന്ന ഉടനെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങുന്നു. അത് എന്റെ അടുത്ത് ഒന്നും പറയില്ല. അതെന്തുകൊണ്ടാണ്? ആ പേടിയാണ് അവർക്ക്. അവരെ ഈ പറയുന്നത് പോലെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും കളിയാക്കുന്നതും ദേഷ്യപ്പെടുന്നതൊക്കെ അവർക്ക് പേടിയാണ്. ഇപ്പൊ ഹേബൽ അൻവർ, ആ കുട്ടി പറയുന്നത് എന്താണ്? ഞാനൊരു ഇൻട്രോവേർട്ട് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ടീച്ചേഴ്സിനോട് ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് പേടിയാണ്. സംസാരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് പഠിക്കുന്നതൊക്കെ ചിലപ്പോൾ അവിടെ പോകുമ്പോൾ മറന്നുപോകും, തെറ്റിപ്പോവും, സ്കൂളിൽ പോവേണ്ട ആവശ്യമില്ല എന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ പല ആൾക്കാരും ഇപ്പൊ മാറി ചിന്തിക്കാൻ തുടങ്ങി. ഹോം സ്കൂളിംഗ് കൊടുക്കാൻ തുടങ്ങി. എഴുത്തും വായന അത്യാവശ്യത്തിന് മാത്രം പഠിപ്പിക്കാൻ തുടങ്ങി. അവരുടെ ഏരിയ കണ്ടെത്തി അവരെ അതിൽ എക്സ്പേർട്ട് ചെയ്യാനായിട്ട് വിടുന്നുണ്ട്. അപ്പൊ ഈ കുഞ്ഞിന്റെ കഴിവ് പോലെ ഈ അമ്മയും അച്ഛനും കണ്ടെത്താതെ ഈ കുട്ടി പഠിക്കില്ല, മണ്ടൻ എന്ന് വിളിച്ചിരുന്ന കുട്ടിയാണ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നത്? അവന് വേണ്ടിയിട്ട് നോബൽ പ്രൈസ് കൊടുക്കണമെന്ന് വരെ പറയാണ് ആളുകൾ, അല്ലെ? അതുപോലെ 10 ലക്ഷം രൂപ അവന് എന്ത് കിട്ടി? സ്കോളർഷിപ്പ് കിട്ടി. അപ്പൊ ആ കുട്ടിയുടെ സംസാരം കേട്ടാല് ഒരു വലിയ പ്രൊഫസർമാര് പോലും അത്രയും കാര്യങ്ങൾ സംസാരിക്കില്ല. അത്ര നല്ല രീതിയിലാണ് ആ ഫിസിക്സിനെ കുറിച്ച് ആ കുട്ടി സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ കുട്ടികളുടെ യുണീക്ക് ഐഡന്റിറ്റി, അവരുടെ യുണീക്ക് ടാലന്റ്, സ്കില്ല് കണ്ടെത്തുക, അതിൽ മുന്നോട്ട് കൊണ്ടുപോവാം. ചിലപ്പോ കളറിലായിരിക്കും അവർ കുഴപ്പം, ചിലപ്പോ മെലിഞ്ഞിട്ടായിരിക്കും. നമ്മൾ നോക്കുന്നത് ഒരു മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. പക്ഷെ അതിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിരൽ ചൂണ്ടപ്പെടുന്നത്, അല്ലെ? ഞാന് അത്യാവശ്യം സ്കൂളില് ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. എന്റെ കയ്യിൽ ഇപ്പോഴും എന്റെ 8ാം ക്ലാസ്സിൽ പഠിച്ച സമയത്തുള്ള ലോങ് ജമ്പ്, ഹൈ ജമ്പിന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും ഉണ്ട്. കുറച്ച് കീറിപ്പോയി, എങ്കിലും അതുണ്ട്. അപ്പൊ അത് ഗേൾസ് ഹൈസ്കൂളിലായതുകൊണ്ടാണ് ഞാൻ അതിനൊക്കെ പോയത്. അത്യാവശ്യം നല്ല രീതിയിൽ സ്പോർട്സിന് ചേരുമായിരുന്നു, അത്യാവശ്യം ആർട്സിനും ചേരുമായിരുന്നു. പക്ഷെ ആള് മെലിഞ്ഞിട്ടായിരുന്നു, നല്ല മെലിഞ്ഞിട്ടായിരുന്നു. പക്ഷെ എന്റെ ഈ ടാലന്റ് ഒന്നും ആരും കണ്ടില്ല. പകരം ആള് മെലിഞ്ഞിരിക്കുന്നു, എന്താണ് ഇങ്ങനെ ചുള്ളിക്കം പോലെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പഴങ്കഞ്ഞിയൊക്കെ ഒരുപാട് കുടുക്കി ശരീരം ഒന്ന് പുഷ്ടിപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്ത ആളുകൾ കളിയാക്കിക്കൊണ്ട്, അന്ന് അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. പക്ഷെ ഇന്ന് കളിയാക്കൽ കേൾക്കുമ്പോൾ ചിരിക്കും, കാരണം അതൊന്നും ഇങ്ങോട്ട് ഏക്കില്ല. അപ്പം അതൊക്കെ നമ്മളിപ്പോ എന്താക്കുകയാണ്? വളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും നമ്മുടെ ഈ ട്രെയിനിങ് മേഖലയിലെ ട്രെയിനേഴ്സ് ആയാലും ഞാൻ കണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ഇവിടെ മത്സരമില്ല. നമ്മളെ ട്രെയിനേഴ്സ് തമ്മിൽ മത്സരമില്ല. മത്സരം ഇല്ലാന്ന് മാത്രമല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നുണ്ട്. പക്ഷെ സ്കൂളിൽ ഞാൻ കണ്ട ഒരു കാര്യം, ടീച്ചേഴ്സ് തമ്മിൽ മത്സരിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ വിഷയം മലയാളം ആണെങ്കിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിപ്പിച്ച് എല്ലാം റെഡിയാക്കി വിടും. എന്റെ വിഷയത്തിന് എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം? എല്ലാം A+ വാങ്ങിക്കണം.
ബാക്കിയുള്ള വിഷയം എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ക്ലാസ് ടീച്ചറാണ്, പക്ഷെ മലയാളം ഞാൻ പഠിപ്പിക്കുന്നു. എന്റെ വിഷയത്തിന് എല്ലാ കുട്ടികളും ഓക്കെ ആയിരിക്കണം. ബാക്കിയുള്ള വിഷയം വേണമെങ്കിൽ പഠിക്കട്ടെ, അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അങ്ങനെ അല്ല. മറ്റുള്ള ടീച്ചേഴ്സിനോട് പറയണം, എന്റെ ക്ലാസ്സിൽ ഇത്ര കുട്ടികൾ ഇന്ന വിഷയത്തിൽ വീക്കാണെന്ന് അവരോട് പറഞ്ഞ് ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ടീച്ചേഴ്സിനെയും കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ്. അതല്ല ഞാനാണ് പഠിപ്പിക്കുന്നത്, ഞാൻ ഇന്ന വിഷയമാണ് പഠിപ്പിക്കുന്നത്, എനിക്ക് മാത്രം പേര് മതി ഇവിടെ, ഞാൻ മാത്രം നല്ലൊരു ടീച്ചർ ആയാൽ മതി എന്നുള്ളൊരിത്. പക്ഷെ ഈ ട്രെയിനിങ് മേഖലയിലേക്ക് വന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ പരസ്പരം ഒരേ ഫീൽഡിൽ നിൽക്കുന്നവരുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പബ്ലിക് സ്പീക്കിങ്ങിൽ വന്നവരുണ്ട്. ഞാൻ പബ്ലിക് സ്പീക്കിംഗ് ആണ്. നമ്മുടെ ഇതിൽ തന്നെ കൊടുക്കുന്ന ഷബീർ ഷംസുദ്ദീൻ സാർ, അദ്ദേഹം പബ്ലിക് സ്പീക്കിംഗ് ആണ്. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. നമ്മുടെ നോളജുകൾ, നമ്മുടെ ഐഡിയാസ്, നമ്മളെ കയ്യിലുള്ള PPT കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ പലരും ആ ഫീൽഡിൽ നിൽക്കുന്നവരെ വളർത്താൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ട് അവർ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് കൊടുക്കാൻ, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പരസ്പരം അവരുടെ ക്ലാസ്സിലെ കുട്ടികളെ തന്നെ വില്ലിങ് ആക്കുക എന്നുള്ളതാണ്. അടുത്തിരിക്കുന്നവൻ അടിയിട്ടുമ്പോൾ അടുത്തിരിക്കുന്നവൻ ചിരിക്കുന്നു, മാർക്ക് കുറയുമ്പോൾ അവനേക്കാളും മാർക്ക് കൂടിയതിൽ സന്തോഷിക്കുന്നു. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, ആ കൂടെ ഇരിക്കുന്നവർക്ക് മാർക്ക് കുറയാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ അവരോട് പറയണം, ഞാൻ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം എന്ന് പറയാറുണ്ട് അവരോട്. അപ്പോ ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ ഒരുപാട് നമുക്ക് സംസാരിക്കാനുണ്ട്. സോറി, ഒരുപാട് സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്റെ അനുഭവത്തിൽ നിന്നും കൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇവിടെ ക്ലാസ് എടുക്കാമെന്ന ഫസ്മിന മാമിന്, അതുപോലെ നമുക്ക് നന്നായിട്ട് ഇൻട്രോ പറഞ്ഞ് നമ്മുടെ ദീപ്തി മാം 21st ബാച്ചിലെ സ്റ്റുഡന്റും കൂടിയാണ്. അതുപോലെ ഇവിടെ ഫീഡ്ബാക്ക് പറഞ്ഞ വേണു സാർ, അതുപോലെ അൻസാരി സാർ, ഇതുവരെ ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു മാം.